ജീവിതത്തിൽ വളരെയധികം കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില വ്യക്തികൾ. അവർക്ക് ഒരുപാട് കഴിവുകളും ഉണ്ടാവും പാരലായിട്ട്. പക്ഷേ അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് വേണ്ടത്ര സാലറി കിട്ടുന്നുണ്ടാകും, പക്ഷേ സംതൃപ്തരായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരേ സമയം തന്നെ തനിക്കെന്തോ കിട്ടാതിരിക്കുന്നു, തനിക്കൊരു സംതൃപ്തി കിട്ടാതിരിക്കുന്നു എന്ന നിലയിൽ അവർക്ക് അവരറിയാതെ തന്നെ ഒരു സ്ട്രെസ് അവർക്കുണ്ടാകും. പലപ്പോഴും പലരും പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അവർ ഹാപ്പിയല്ല. അപ്പോൾ അവർക്ക് ഹാപ്പി ആകാനായിട്ട് ആ വ്യക്തിക്ക് എന്താണ് ആ ജീവിതത്തിൽ നിന്ന് വേണ്ടത് എന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അയാൾ എന്ത് ജോലി ചെയ്യുമ്പോഴാണ് അയാൾക്കൊരു സംതൃപ്തമായ ഒരു ജീവിതം, ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ കഴിയുന്നത്? അതെങ്ങനെ അയാൾക്ക് കണ്ടെത്താൻ പറ്റും? കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം സന്തോഷമില്ല. ജോലിക്ക് പോകുന്നതിനകത്തൊരു 50-70% ആൾക്കാരും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്, നല്ല സാലറി ലഭിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷം അവരുടെ ജോലിയിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും സന്തോഷമില്ലാത്തതായി പോകുന്നു. ഇതിനകത്ത് പൊതുവേ നാം മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതവും ജോലിയും രണ്ടും രണ്ടായിട്ട് കാണണമോ ഒന്നായിട്ട് കാണണമോ? ജീവിതവും ജോലിയും ഒന്നാകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്. പലരും പറയും ജീവിതമെന്ന് പറയുന്നതാണ് ജോലി, ജോലി എന്ന് പറയുന്നതാണ് ജീവിതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ജോലി ചെയ്യണം? കാരണം നമ്മുടെ ഒരു 1% അല്ലെങ്കിൽ 2% സമയങ്ങളും നാം ചിലവഴിക്കുന്നത് ഓഫീസുകളിലായിരിക്കും. പകൽ സമയം അല്ലെങ്കിൽ രാത്രി സമയങ്ങളും ഒക്കെ ഓഫീസുകളിലായിരിക്കും. ആ സമയത്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ, അത് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ ജോലി ചെയ്ത ശേഷം അവർക്ക് മനസ്സിലായി ഈ ജോലി എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. കുറേ പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ പൈസ കൊണ്ട് ഇനി സന്തോഷം കിട്ടുന്നില്ല. പിന്നെ അവരെന്ത് ചെയ്യും? ആ വലിയ ജോലിയെല്ലാം രാജിവെച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന കാണാറ്. ഒരു വലിയ പ്രശസ്തമായ പുസ്തകമാണ് ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാരി എന്ന പുസ്തകം. അപ്പോൾ അതിനകത്ത് ആ വ്യക്തി വളരെ അറിയപ്പെടുന്ന ലോയറായിരുന്നു, വലിയ മാൻഷൻ ഉണ്ടായിരുന്നു, കുറേ സ്വത്തുക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തീരുമാനിക്കുകയാണ്, എനിക്ക് മടുത്തു, പൈസ കുറേ ഉണ്ട്, എനിക്ക് പ്രശസ്തിയുണ്ട്, എനിക്ക് ഇനിയും ജോലി ചെയ്യാൻ സാധിക്കും, പക്ഷേ മണി ഈസ് നോട്ട് ഗീവ് മീ ഹാപ്പിനെസ്. എൻ്റെ പ്രശസ്തിയും എനിക്ക് സന്തോഷം നൽകുന്നില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ച ഒരു ദിവസം അല്ലെങ്കിൽ അദ്ദേഹം ഹിമാലയങ്ങളിലേക്ക് പോവുകയും അവിടെ പോയി എക്സ്പ്ലോറേഷനൊക്കെ നടത്തി കുറേ ജീവിത സത്യങ്ങൾ മനസ്സിലാക്കി പിന്നീട് തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കഥയാണ്. ഇങ്ങനെ ധാരാളം കഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചോദ്യം ഇതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യണ്ട, എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് ഈ കാര്യം ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ധാരാളം പുസ്തകങ്ങളെല്ലാം അതിനെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന പുസ്തകമാണ്. സിറ്റ്സൺ മെഹാലി എന്ന് പറയുന്ന ഒരാൾ, വളരെ പ്രശസ്തനായ വ്യക്തി, അദ്ദേഹം ഫ്ലോ സ്റ്റേറ്റ് എന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയും അങ്ങനെ ഒരു പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു ഫ്ലോ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുഴുകി ഇരുന്നുകൊണ്ട് ആ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമർ ആയിരിക്കാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് താൻ ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, അതിൽ നമ്മൾ പുസ്തകങ്ങൾ എഴുതുന്നു. ഇപ്പോൾ ഞാൻ പുസ്തകം എഴുതുമ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് ആളുകൾ എനിക്ക് ഇമെയിലായിട്ടും അല്ലെങ്കിൽ ലെറ്ററായിട്ടും എഴുതാറുണ്ട്, ഈ പുസ്തകം എൻ്റെ ജീവിതത്തെ മാറ്റി. അതല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ വിളിച്ചിട്ട് പറയും, ഓക്കെ, ഈ വീഡിയോ കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതം മാറി, ഈ റൈറ്റ് സമയത്താണ് എനിക്ക് വീഡിയോ കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ ചില ആൾക്കാരെ കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും, ഈ കൗൺസിലിംഗ് കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് വലിയ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ ആ സന്തോഷമാണ് എനിക്ക് ഇനിയും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ് എൻ്റെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരും പറയും എന്നെക്കൊണ്ടൊരു കാര്യവുമില്ല, ഞാൻ എന്തിനായി ഭൂമിയിൽ ജീവിച്ചേക്കുന്നത്, വെറുതെ സമയം കളയാനായിട്ടൊരു ഭാരമായി ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഒരു പക്ഷേ ഈ സന്തോഷമില്ലാത്തവർ. പക്ഷെ ഒരു വളരെ സത്യമായ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെല്ലാവരും ജനിക്കുന്നത് എന്തോ പർപ്പസോട് കൂടിയാണ്. അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇപ്പോൾ യൂണിവേഴ്സിലേക്ക് നോക്കി, യൂണിവേഴ്സിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ആർക്ക് സാധിക്കും? ഇപ്പോൾ നമുക്കറിയാം, ഈ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലേ,
ദാരിദ്ര്യം മുതൽ പട്ടിണി മുതൽ, അതുപോലെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണം, പൊള്യൂഷൻ പരിഹരിക്കണം, അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ആൾക്കാരുണ്ട്, മാനസികമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ, ഞാൻ യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന കാരണം ഞാൻ യൂണിവേഴ്സൽ ലോയെക്കുറിച്ച് വായിക്കുകയും അതേക്കുറിച്ച് പുസ്തകം എഴുതുകയും ചെയ്ത ആളാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യമാണ് എങ്ങനെ സന്തോഷം കണ്ടെത്താം. അപ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെങ്കിൽ എങ്ങനെ എനിക്ക് എന്നിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് യൂണിവേഴ്സ് ഹാപ്പിനെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് റിട്ടേൺ കൊടുക്കുന്നത്, ഇപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന ലോ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം പറയുന്നത് നിങ്ങൾ എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ നൽകുന്നത്. ഒരു പ്രശ്നം, ഇപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരാളെയാണ് ആവശ്യം. ആ ആൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആളെ സഹായിക്കാനായിട്ട് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ. അതൊരു നഗ്നമായ, അല്ലെങ്കിൽ അതൊരു അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ പ്രശസ്തരായ ആളുകളെയും അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകളെയും ജീവിതത്തിൽ ഒത്തിരി അധികം സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉള്ള ആളുകളെ ഒക്കെ നോക്കി നമുക്കറിയാൻ സാധിക്കും. അവരെന്തോ കാര്യം പോസിറ്റീവായിട്ട് സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പാക്റ്റ്ഫുൾ. ഇപ്പോൾ ഏറ്റവും ധനികനായിട്ടുള്ള ആളെടുത്ത് നോക്കാം. ഇപ്പോൾ ഇലോൺ മസ്ക് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അവരുടെ പ്രൊഡക്റ്റ് കൊണ്ട്, സർവീസ് കൊണ്ട് ഈ ലോകത്തിലുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? വളരെ വലിയൊരു മാറ്റം. ഇപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം സസ്റ്റൈനബിലിറ്റി, ഇപ്പോൾ ഡ്രൈവർലെസ് വെഹിക്കിൾ അല്ലെങ്കിൽ എക്കോ വെഹിക്കിൾസ്, ഇതെല്ലാം ചെയ്യുന്ന വഴി പ്രപഞ്ചത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഭൂമിക്കുണ്ടാകുന്ന, മനുഷ്യനുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് കൊണ്ട്, അല്ലെങ്കിൽ ആ ടെക്നോളജി കൊണ്ട് ഈ ലോകത്ത് എത്രമാത്രം തൊഴിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനുള്ള റിവാർഡാണ് നമുക്ക് കിട്ടുന്ന ഈ സന്തോഷവും പ്രശസ്തിയും പണവുമെല്ലാം. അപ്പോഴാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായി സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ ലോകത്തിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും ഒരു പർപ്പസിന് വേണ്ടി ജനിക്കുന്ന ആളാണ്. ഞാൻ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ഈ മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നതിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു സൃഷ്ടികർമ്മം നിർവഹിക്കുക. നിർബന്ധമൊന്നുമില്ല, ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞ് ആ മനുഷ്യനുണ്ടാക്കണം. ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസിൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മനുഷ്യന് ഭൂമിക്ക് ആവശ്യമില്ല, അല്ലേ? ഒരു മനുഷ്യനൊരു കുഞ്ഞിനെ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ആവശ്യമില്ല. പിന്നെ പ്രപഞ്ചത്തിൽ വേണ്ടത് ഇയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തീരുക, ഈ മണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നാൽ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരണം. അപ്പം അവിടെ ഒരു എസ്കേപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്, രണ്ടാമത് യൂണിവേഴ്സിൻ്റെ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള മേജർ ഗോളുണ്ട്. അതെന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ പർപ്പസ് കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സാമൂഹിക സേവനമായിരിക്കാം, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായിരിക്കാം, നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാകുന്നതായിരിക്കാം, പ്രഭാഷകനാകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് കോൺട്രിബ്യൂഷനാണ് നിന്നെക്കുറിച്ച് ഈ പ്രപഞ്ചം ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെസ്റ്റിനി നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല എന്നെക്കൊണ്ടൊരു കാര്യമില്ല, എനിക്കൊന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ പ്രപഞ്ചത്തോടുള്ള ഒരു അവഗണനയാണ്. എന്നാൽ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളതൊരു യാഥാസ്ഥിതികമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്, എനർജി വിശ്വസിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു സയൻസ് ഉണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോസ്മിക് പവർ എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ അതിനൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അവിടെയാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഫോമുലയൊന്നും പറയാനായിട്ട് എനിക്കും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇഷ്ടപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സംതൃപ്തി കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവെ റിലേഷൻഷിപ്പിൽ ആകുന്ന ആളോട് പറയാറുണ്ട്, അപ്പോൾ ചോദിക്കും ഈ റിലേഷൻഷിപ്പ് എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ, നിങ്ങൾക്ക് നല്ല സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കുകയാണോ, ഈ ബന്ധം ഇപ്പോൾ നല്ല സന്തോഷമുള്ളതുകൊണ്ട് ഇനിയും എനിക്ക് ജീവിതകാലം മൊത്തം ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള ഫീലിംഗ് ഉണ്ടാകാറുണ്ടോ? അപ്പോൾ അതാണ് സിറ്റ്സൺ മെഹാലി പറയുന്നത് ഫ്ലോ സ്റ്റേറ്റ്. ഇപ്പോൾ ഇക്കിഗായ് എന്ന പുസ്തകമാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ.
നിങ്ങൾക്ക് ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇക്കിഗായ് എന്ന പുസ്തകം വായിക്കുക. അതിൽ പറയുന്ന ഒരു ഭാഗത്ത് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ് ടക്കുമീസ്. ടക്കുമീസ് എന്ന് പറയുന്നത് ടൊയോട്ട കമ്പനിയിലെ ഒരുതരം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവിടെ വരുന്ന എല്ലാ ടൂൾസും അവരുടെ കയ്യിലൂടെ കടന്നു പോയിട്ടാണ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ അവരൊരു വലിയ റൂമുണ്ട്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് എല്ലാം ഈ ഇവിടെ പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും നിർബന്ധമായിട്ടും അവിടെ പോകുന്നുണ്ടെങ്കിൽ ടൊയോട്ട കമ്പനിയിൽ പോയി ടക്കുമീസിനെ കാണുന്നത് പ്രാക്ടീസ് ഉണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടക്കുമീസിന് മുറിയിലിരിക്കും. അവർ ഈ ജോലി ചെയ്യുമ്പോൾ ഈ ക്രാഫ്റ്റ് പോലെയാണ് ഇവരുടെ ഈ ടൂൾസെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ആ ഡിസൈൻ ചെയ്യുമ്പോൾ അവരൊരു ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുകയാണ്. അപ്പോൾ അവർ താളാത്മകമായി ആ ജോലി ചെയ്യുന്നു. ചുറ്റും നടക്കുന്നൊന്നും അവരെ സംബന്ധിച്ച് ഒന്നും ബാധിക്കുന്നില്ല. അത് മുഴുകിയിരുന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പലരും ഗാനം ആലപിക്കുമ്പോൾ അല്ലേ, അവർ മുഴുകിയിരുന്ന് അങ്ങ് ആലപിക്കുക. അപ്പോൾ അത്ര ലയിച്ചിരുന്നാണ് ചെയ്യുന്നത്. അതിനാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ നേടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാര്യം നേടണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ കാര്യം വേണമെന്ന് ആഗ്രഹിക്കും, എനിക്ക് ധനികനാകണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ആ ആഗ്രഹിക്കുന്ന ആ പ്രോസസ്സിൽ അവർ ഒരു ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അതെയോ അവർ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണോ, എന്നെ ആഗ്രഹിച്ച് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അത് മറ്റവനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം പർപ്പസിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നെഗറ്റീവായ ഇമോഷൻസിനെ എല്ലാം മാറ്റി വയ്ക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നെഗറ്റീവായ തോട്ട് എപ്പോൾ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്രോസസ്സ് കണ്ടെത്താനുള്ള ജേർണിയിൽ കടന്നു വരുന്നോ അപ്പോൾ ആ സ്റ്റേറ്റ് നഷ്ടപ്പെടും, ആ ഫ്ലോ സ്റ്റേറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിന് ഏറ്റവും എക്സാമ്പിൾ ടിപ്പിംഗ് ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. പൗലോ കോയിലോ ആൽക്കമിസ്റ്റ് എന്ന നോവൽ ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഈ സാന്റിയാഗോ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒന്തൂരം പ്രശ്നം ഉണ്ടാകുമെന്നറിയാമോ? അവിടെ ഇടിവെട്ടുണ്ടാകുന്നു, കൊള്ളക്കാർ വരുന്നു, മോഷണം വരുന്നു, പിന്നെ പ്രകൃതിയുടെ ദുരന്തം, മനുഷ്യൻ്റെ ദുരന്തം, പറ്റിക്കപ്പെടൽ. ഇവിടെ ഒന്നും ആളൊരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പറയുന്നതായിട്ട് നാം കാണുന്നില്ല. ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? എനിക്ക് ആ നിധി കണ്ടെത്തണം. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരനെ പ്രണയിനിയെ കണ്ടെത്തുന്നു. പക്ഷെ അതുപോലെ നഷ്ടപ്പെട്ടുവെങ്കിലും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ആ നിധി കണ്ടെത്തണം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സും ഒരു തോട്ട്സും വരുന്നില്ല, ഫ്ലോ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ പർപ്പസ് കണ്ടെത്താനുള്ള യാത്രയിൽ നെഗറ്റീവായ ഇമോഷൻസിനെല്ലാം മാറ്റി വയ്ക്കേണ്ട ആവശ്യമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നെഗറ്റീവായ ഇമോഷൻസ് നമ്മൾ എൻ്റർടൈൻ ചെയ്തു പോയാൽ, സംശയം എൻ്റർടൈൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ ഫ്ലോ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഇമ്മേഴ്സ്ഡ് ആണ്. ഇപ്പോൾ എങ്ങനെ കണ്ടെത്താൻ പറ്റുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻ്റെ കഴിവിനെ ഞാൻ എങ്ങനെ കണ്ടെത്തും? എൻ്റെ പർപ്പസിനെ ഞാൻ എങ്ങനെ കണ്ടെത്തും? കുറേ ആളുകൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു കോളായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനായിട്ട് വരാറുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നാം മനസ്സിലാക്കും നാം ഇതിൽ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ പല ആളുകളും ചെയ്യാൻ തയ്യാറാകില്ല. ചില ആൾക്കാർ ബിസിനസ് ചെയ്യാമെന്ന് ആഗ്രഹിക്കും, പക്ഷേ അവർ റിസ്ക് അല്ലെങ്കിൽ നഷ്ടം വരും, ചെയ്യില്ല. പുസ്തകം എഴുതാമെന്ന് ആഗ്രഹിക്കും, പുസ്തകം അത് എഴുതാൻ മടി. അല്ലെങ്കിൽ ഒക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കോഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതെല്ലാം വിചാരിക്കുന്ന മാത്രമേ ഉള്ളൂ, പക്ഷേ ആരും ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. അത് ചെയ്ത് ചിലപ്പോൾ പരാജയപ്പെടുമായിരിക്കും. ചെയ്ത് ഇതിന് ട്യൂണിംഗ് എന്ന് പറയുമല്ലോ, ട്യൂണിംഗ്. ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ലോയാണ് ദ ലോ ഓഫ് വൈബ്രേഷൻ. പല ഫ്രീക്വൻസിയിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കണികകളും എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയുന്നത് ലോ ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അത് എന്താണോ ആഗ്രഹിക്കുന്നത്, മേ ബി ഞാനൊരു കാറായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രത്യേക പൊസിഷനായിരിക്കും ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിയായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും യൂണിവേഴ്സിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നാം വൈബ്രേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ തോട്ട്സ് നാം ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ ആ ലക്ഷ്യമോ അതിൻ്റെ യൂണിവേഴ്സൽ ഫ്രീക്വൻസിയുമായിട്ട് ട്യൂൺ ചെയ്യുമ്പോഴാണ് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊരു നെറ്റ് എന്ന് പറയും. സിംപ്ലി നമ്മൾ യൂണിവേഴ്സിൽ നെറ്റായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിൽ ഒരു കണികയാണ് നാം ആഗ്രഹിക്കുന്ന കാര്യവും വേറൊരു കണ്ണിയാണ്. അപ്പോൾ ഈ കണ്ണിയിൽ നാം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നാം ആ വൈബ്രേഷൻ എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ണിലൂടെ പോയി നാം ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് എത്തുകയും അത് നമ്മിലേക്ക് എത്തുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു തോട്ടാണ് യൂണിവേഴ്സൽ ലോയിൽ ഇതുള്ളത്. അപ്പോൾ നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ്, നമ്മൾ വളരെ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ജീവിതമാണ് ജോലി, ജോലിയാണ് ജീവിതം. രണ്ടും രണ്ടായിട്ട് സങ്കല്പിച്ചുള്ള ജീവിതം ഏറ്റവും നിരാശജനകമായിരിക്കും. ഈ ലോകത്തിൽ പല പുസ്തകങ്ങളിൽ അകത്ത് പറയും, കാണേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ
ആ ജീവിതം സന്തോഷകരമല്ലായിരിക്കും. എന്ന് വെച്ച് നമ്മുടെ ജോലി വീട്ടിൽ പോയി ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്രമാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഞങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആ ഒരു മിഷനാണ്. അധ്യാപനം എന്നുള്ള അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ ആളുകളുടെ ജീവിതത്തെ മാറ്റുക. ഇപ്പോൾ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ട്? ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് ആർക്കെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകും. ഒരു ചെറിയ ഗുണം പോലും ചെയ്യാൻ കഴിയാത്ത ആരും ലോകത്തിലില്ല. അപ്പോൾ ഞാൻ പൊതുവേ ഈ ഒരു ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താനുള്ള എക്സസൈസ് ഞാൻ വർക്ക്ഷോപ്പായിട്ട് ചെയ്യാറുണ്ട്. 1 ഡേ വർക്ക്ഷോപ്പായിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കൺസൾട്ടേഷന് വരുന്ന ആളുകൾ, കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് ഹാപ്പി അല്ല, ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പോൾ എങ്ങനെ എനിക്ക് എൻ്റെ പർപ്പസ് കണ്ടെത്താൻ സാധിക്കും? അപ്പോൾ നമ്മൾ ഒരു വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്, വാട്ട് യു ലവ് ടു ഡു. നിങ്ങൾക്ക് ഏറ്റവും ഇത് ഞാൻ ഒരു പ്രൊഫഷണൽസിന് ട്രെയിൻ ചെയ്യുമ്പോൾ, കാരണം നമുക്ക് സന്തോഷമുള്ള കാര്യം മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫോർമുലയാണത്. അതിനകത്ത് വാട്ട് യു ലവ് ടു ഡു, ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾക്കത് ചെയ്യാൻ വളരെയധികം താല്പര്യമാണ്. വാട്ട് യു ലവ് ടു ഡു. രണ്ടാമത്തെ ചോദ്യമാണ്, ആർ യു സ്കിൽഡ് ഇൻ ഇറ്റ്. ആ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ? അപ്പോൾ നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ അത് സ്കില്ല് നിങ്ങൾക്കുണ്ടോ? രണ്ടാമത്തെ ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അതിന് സ്കില്ലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തയ്യാറാണോ? ഇപ്പോൾ എഴുത്തുകാരനാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, പക്ഷേ നിങ്ങൾക്ക് അത് എഴുതാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിവ് ആർജിക്കാനായിട്ട് ശ്രമിക്കാൻ സാധിക്കുമോ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം നിങ്ങൾക്ക് ജീവിക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇമ്പാക്റ്റ്ഫുൾ ആണെങ്കിൽ, അതാണ് മൂന്നാമത്തെ കാര്യം, വാട്ട് ദ വേൾഡ് നീഡ്സ്. ഈ ലോകത്തിന് എന്താണ് ആവശ്യം? നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ ഭൂമിക്കോ തന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയർ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, മറൈൻ എഞ്ചിനീയർ, അദ്ദേഹം ചെയ്യുന്ന ജോലി ചിലപ്പോൾ ഒരു സമുദ്രത്തെ സംരക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന ആളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എന്താണ് നമ്മുടെ ലോകത്തിന് ആവശ്യമുള്ളത്? ഈ 3 കാര്യം കൂടി നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്യും. ചില ആൾക്കാർ 2, 3, 4 കാര്യങ്ങളുണ്ടാവും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് വാട്ട് യു ലവ് ടു ഡു, വാട്ട് യു ആർ സ്കിൽഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, വാട്ട് യു പെയ്ഡ് ഫോർ. ഈ 4 കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷനാണ് യഥാർത്ഥത്തിലുള്ള പർപ്പസ് എന്ന് പറയും. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആളുകൾ ജീവിക്കുന്നത് ബ്ലൂ സോൺസിലാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒക്കിനാവ എന്ന ഐലൻഡ് ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് എന്താണെന്നറിയാമോ? അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദേ ആർ വേച്ചിങ് അപ്പ് വിത്ത് എ പർപ്പസ്. അവർക്കൊരു കാരണമുണ്ട് എഴുന്നേൽക്കാൻ. എനിക്കിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന കാര്യം ചെയ്യണം. അപ്പോൾ അതാണ് അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാനുള്ള മോട്ടിവേഷൻ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട്, പക്ഷെ പല ആൾക്കാർ എന്നോട്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾ എന്നോട് പറയാറില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജിയാണെന്നാണ്. അതൊരു സത്യമായിട്ടുള്ള 90% ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നത് നെഗറ്റീവ് എനർജിയോടുകൂടിയാണ്. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പലപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാമായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടബോധങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആവലാതി ഉത്കണ്ഠ എല്ലാമായിരിക്കാം നാം പൊതുവെ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലേ? എപ്പോഴും സന്തോഷമുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഓർക്കാറില്ല. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നത് വറിയായി ചെയ്യാനുള്ള ആങ്സൈറ്റി ആയിട്ടുള്ള വിഷമങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഈ രാത്രി മൊത്തം പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് ഇതാണ്. ഈ രാത്രി പകല് ചിലപ്പോൾ ജോലി ചെയ്യാതിരിക്കാം, പക്ഷേ ഈ രാത്രിയാണ്, ഉറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള ബ്രെയിനിൻ്റെ റിപ്പയറിങ്, ബോഡി റിപ്പയറിങ്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അപ്പോൾ ഈ ഉറക്കത്തെ തൊട്ട് മുമ്പും എഴുന്നേൽക്കാൻ തൊട്ട് മുമ്പും തീറ്റ വേവ്സ് വളരെ സജീവമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്തിട്ടിൽ വരുന്നു. അത് സെഡിമെൻ്റായി അതിങ്ങനെ രാത്രി ഉയർന്നു വന്ന് അതാണ് നമ്മുടെ പ്രഭാതത്തിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലതോ ചീത്തയായിട്ടുള്ള ചിന്തയായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പോസിറ്റീവ് എന്തെങ്കിലും കാര്യം, ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നാമങ്ങൾ ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്നുണ്ട്, പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പോസിറ്റീവ് എനർജിയോടെ എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ 90% ആൾക്കാരും രാവിലെ എഴുന്നേൽക്കുന്ന ചിന്ത സെഡിമെൻ്റായിട്ടുള്ള തോട്ടം എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. കാരണം ഇതാണ്, ഒന്ന് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തൊട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറി തൊട്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചാണ് കിടക്കുന്നത്, ഇതാണ് ശരിക്കും രാത്രി പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പർപ്പസിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്ക്
അദ്ദേഹം അതിനകത്ത് ഹാപ്പി ആയിരിക്കും. നാളെ എനിക്ക് ഈ മനോഹരമായ കാര്യം ചെയ്യണം, അതുകൊണ്ട് ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സമൂഹത്തിലെ മാറ്റം, ഇതെല്ലാം കണ്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഉറങ്ങുന്നയാൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് അത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിൽ. ദ റീസൺ ഫോർ വേക്കിംഗ് അപ്പ് എവറി മോർണിംഗ്, ഇതാണ് പറയുന്നത്. എല്ലാ ദിവസവും എഴുന്നേൽക്കാനുള്ള കാരണം എന്താണ്? രാവിലെ എഴുന്നേറ്റ് ചായക്ക് എനിക്ക് ജോലിക്ക് പോകണമെന്ന് ചിന്തിച്ച് എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം എന്നുള്ള ചിന്തയോടുകൂടി അതെയോ ഇന്നും ഓഫീസിൽ പോകണമല്ലോ, അല്ലെങ്കിൽ ശനിയും ഞായറും കഴിയുമ്പോൾ വിചാരിക്കുമോ ഈ വീക്കെൻഡ് കഴിഞ്ഞ് അടുത്ത ആഴ്ച വീണ്ടും ഓഫീസിൽ പോകണമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരിക്കും ഒരു ജീവിതം മാത്രമല്ലേ ഉള്ളൂ. ഒരു ജീവിതം കൂടി വന്ന് 70-80 വയസ്സിൽ നമ്മൾ ജീവിക്കുകയുള്ളൂ. ആ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം ഞാൻ ചെയ്യുകയും അത് ചെയ്തിട്ട് റിസൾട്ട് കാണുകയും അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ എനിക്ക് എല്ലാത്തിനെയും മറക്കാൻ സാധിക്കും. എനിക്ക് പിന്നെ അന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ പൈസ കിട്ടിയില്ലെങ്കിലോ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് അത്തരമൊരു ഇമ്പാക്റ്റിലൂടെയാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അവരതിലേക്ക് എത്തുന്നതിന് അവർക്ക് അവരുടെ മടി വലിയ തടസ്സമാവുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ മടിയുള്ള ആളുകളുണ്ട്. അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു അലസത, ലേസിനെസ്, മടി, ഇതെന്തുകൊണ്ടാണ്? അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അഭിമുഖീകരിക്കുന്ന കാര്യം. കാരണം അതിനകത്ത് അൺനാച്ചുറലായിട്ടൊന്നുമില്ല. കാരണം ബ്രെയിൻ ബൈ ഡിഫോൾട്ട് ഈസ് എ മടിയൻ. ബ്രെയിനിന് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ബ്രെയിൻ സംബന്ധിച്ച് കംഫോർട്ടായിട്ടിരിക്കുക. അതിന് പുതിയ കാര്യം ബൈ ഓട്ടോ പൈലറ്റ് ഇറ്റ് ഈസ് ഡൾ എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ ബ്രെയിൻ പറയും വേണ്ട, അതൊന്നും ചെയ്യണ്ട. അപ്പോൾ ശരീരവും അതാണ് ആ ഒരു ഡിഫോൾട്ട് സിസ്റ്റം. അതാണ് പുതിയ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു ബുക്ക് എഴുതണം പുതിയതായിട്ട്, പുതിയൊരു കോഴ്സ് ചെയ്യണം, അതാണ് നിങ്ങളുടെ പുതിയ ആഗ്രഹം. നിങ്ങൾ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സയൻസ് ഇതിനകത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയും വിഷ്വലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹം, അല്ലെങ്കിൽ പുതിയ കോഴ്സ് ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ പുതിയ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹം, നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടുള്ള മടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ചെറുതായിട്ടൊന്ന് സ്വപ്നം കാണാമോ? അത് ഞാൻ ആ കാര്യം ചെയ്യുന്നതായിട്ടും അതിൽ അച്ചീവ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സയൻസിലുണ്ട്, RAS. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു മിറർ ന്യൂറോൺസ് ഉണ്ടാകുകയും അതുവഴി നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷ്വലൈസേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ എന്തുകൊണ്ടാണ് സത്യമാകുന്നതിൻ്റെ കാരണം പല സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് സയൻസ് ഉണ്ട്. ഇപ്പോൾ ന്യൂറോ സയൻസ് ആയിട്ട് അത് പറയുന്നത്. ഇപ്പോൾ കൊഗ്നിറ്റീവ് പ്രൈമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവഞ്ച്വലി നമുക്കത് കുറേ നാൾ ചിന്തിക്കാൻ പറ്റില്ല. കുറേ നാൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചെയ്യാനായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമുക്കൊരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ഉൾപ്രേരകം ഉണ്ടാവും. അതുകൊണ്ട് പറയാം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് വിഷ്വലൈസ് ചെയ്യാമോ? എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്യുന്നു. നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്നതായിട്ട്. പുസ്തകം എഴുതുന്ന ആൾ എന്ത് ചെയ്യണം? തൻ്റെ പുസ്തകം ലോഞ്ച് ചെയ്തതായിട്ടും പുസ്തകം ആൾക്കാർ മേടിക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ധനികൻ ആഗ്രഹിക്കുന്ന ആൾ പണം കുറേ ഉണ്ടാകുന്നു, അത് മറ്റുള്ളവർക്കെല്ലാം ചാരിറ്റി പ്രവൃത്തി ചെയ്യുന്നതോ അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നതായിട്ട് വിഭാവനം ചെയ്യുക. അല്ലെങ്കിൽ വലിയ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾ ആ വലിയ ജോലിയിലായിരിക്കുന്ന പൊസിഷനിലായിരിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതൊരു സയൻസ് കൂടിയാണ്. പലർക്കും ആ സയൻസ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം നമ്മുടെ ഈ ശരീരം മൊത്തം പ്രവർത്തിക്കുന്ന ന്യൂറോ സയൻസാണ്. ന്യൂറോ നെറ്റ്വർക്കിംഗ് പാത്വേസ് ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അത് അങ്ങനെ പോകത്തുള്ളൂ. ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എളുപ്പമല്ല. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കുറേ കല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും? ആ കല്ലുകളിലൂടെ മാത്രമേ വെള്ളം ഒഴുകിപ്പോളൂ. അല്ലെങ്കിൽ ഒരു പാത്ത് അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പാടത്ത് വെള്ളം വരുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഇതിലൂടെ പോകുന്നത് എവിടെയെല്ലാമാണ് തോടുള്ളത് അതിലൂടെ ഒഴുകി പോകത്തുള്ളൂ. ഇത് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഒരു ന്യൂറോ നെറ്റ്വർക്ക് പാത്വേ ആയിട്ട് ബ്രെയിനിൽ നിർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ടൊരു പുതിയ കാര്യം ചെയ്യാൻ ആലോചിക്കുമ്പോൾ എന്ത് പറയും? അങ്ങനെ പോവും. പണ്ടൊരു കാര്യം ചെറുപ്പത്തിൽ നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ നെഗറ്റീവായിട്ടാണ് ഒപ്പീനിയൻ കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായി പ്രസംഗിക്കാൻ പോയ ആൾ ആദ്യം ബബ അടിച്ച് നിന്നു. പിന്നെ അദ്ദേഹം ചിന്തിക്കുന്ന എന്തായിരിക്കും? എന്നെ ഒന്നും പ്രസംഗിക്കാൻ കൊള്ളത്തില്ല, ഇനി പ്രസംഗിച്ചാൽ ഞാൻ നാണം കെടും. അല്ലെങ്കിൽ ആദ്യമായൊരു മത്സരപരീക്ഷ തോറ്റുപോയി, അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇനി പരീക്ഷ എഴുതണ്ട. അപ്പം അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പേരൻസോ അല്ലെങ്കിൽ സൊസൈറ്റിയോ കളിയാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നോ പറഞ്ഞിട്ടുണ്ടാകാം.
അപ്പം അങ്ങനെയെല്ലാം ഇതിനെ പറഞ്ഞ സോഷ്യൽ കണ്ടീഷനിങ് എന്നാണ് ഓഷോ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ ഓഷോ ഒക്കെ പറയുന്നത് സോഷ്യൽ കണ്ടീഷനിങ് ഫോമൽ എഡ്യൂക്കേഷനുമാണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റ്യൂറ്റീവ് പവറിനെ നശിപ്പിക്കുന്നതെന്ന്. മനുഷ്യനെല്ലാവരും ജനിക്കുന്നത് ഈ പറയുന്ന പർപ്പസ് ചെയ്യാൻ വേണ്ടിയും സുപ്പീരിയർ പവറുമായിട്ടാണ് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷേ മനുഷ്യന് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ്റെ ട്രെയിനിങ് ആണ് സമൂഹം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം, ഇതേപോലെ നിങ്ങൾ ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഫോമൽ എഡ്യൂക്കേഷനും സോഷ്യൽ കണ്ടീഷനിങ്. സോഷ്യൽ കണ്ടീഷൻ പേരൻസും സമൂഹവും അധ്യാപകരും പുസ്തകങ്ങളും എല്ലാം ഒരു കണ്ടീഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ പോകാനായിട്ടാണ് ഒരു പാരലൽ പാത്ത്, ഒരു നേരായ വഴിയിലൂടെ അങ്ങനെ പോകാനായിട്ടാണ് മനുഷ്യൻ്റെ ചിന്തയും ബ്രെയിനും എല്ലാം. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും കോടീശ്വരനാകാത്തത്, എന്തുകൊണ്ട് എല്ലാവരും വിജയിക്കാത്തത്, എന്തുകൊണ്ട് എല്ലാവരും സന്തോഷം കിട്ടാത്തത്? കാരണം സന്തോഷമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നു, പണമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നു. വെറും 1% ആൾക്കാർക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള പർപ്പസ് കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ റിച്ച് ആകാൻ സാധിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഫേമസ് ആകാൻ സാധിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിലുള്ള കണ്ടംപ്റ്റും ഒപ്പം തന്നെ മൈൻഡ്ഫുൾനെസ്സും എൻലൈറ്റ്മെൻറ്റും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം അവർ ഡിഫറൻ്റായി കാര്യങ്ങൾ ചെയ്യുകയാണ്. ദേ ആർ ഡൂയിങ് തിങ്സ് ഡിഫറെൻ്റ്ലി. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ന്യൂറോ നെറ്റ്വർക്ക്സും ന്യൂറോ പാത്വേസും പഴയ രീതിയിൽ കിടക്കുന്നുണ്ട്. ആൾക്ക് എപ്പോഴും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനുമേ തോന്നുകയുള്ളൂ. അപ്പോൾ ഇതിനെ പറയുന്നത്, ഇപ്പോൾ സയൻസിൽ നമ്മൾ പറയുന്നത് പാരഡിയം എന്ന് പറയും. പാരഡിയം എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നുള്ള. കാരണം ഈ വിജയിക്കാത്ത ആളുകൾക്കെല്ലാം മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ലിമിറ്റിംഗ് ബിലീഫ് സ്ക്രിപ്റ്റ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ശരിയാകില്ല എന്നുള്ളതോ, ഈ ആദ്യം പറഞ്ഞ ഭയം ഉൾപ്പെടെ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ എനിക്കതിന് കഴിയുമോ, ഇതെല്ലാം മനുഷ്യനൊക്കെ. ഇപ്പോൾ ജെൻ സിൻസർ എഴുതിയ പുസ്തകമാണ് ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ. അപ്പോൾ അതിനകത്ത് പറയുന്നത് മനുഷ്യൻ ശരിക്കും ഒരു സൂപ്പർ നാച്ചുറലായിട്ട് ആൾ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പർപ്പസ് ഇല്ലാത്ത ആരും ഭൂമിയിലില്ല. ഹൈ പർപ്പസോടുകൂടി മനുഷ്യൻ ജനിക്കുന്നത്. പക്ഷേ അത് കണ്ടെത്താനായിട്ട് ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ബ്രേക്ക് ചെയ്യണം. മനുഷ്യൻ ജനിക്കുന്നത് പർപ്പസോടു കൂടിയാണ്, അത് ചെയ്യാൻ വേണ്ടിയേ ജനിക്കുന്ന മനുഷ്യൻ. പക്ഷേ പല ആൾക്കാരും സൃഷ്ടികർമ്മം എന്ന് പറയുന്ന കുഞ്ഞിനെ ഉണ്ടാക്കിയ ശേഷം പിന്നെ ഒരു മനുഷ്യ ജന്മമായി ജീവിച്ച് തീർക്കുകയാണ്. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അങ്ങനെ പർപ്പസ് കണ്ടെത്തി ആ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ സ്റ്റെപ്പാണെങ്കിലും അത് ചെയ്യുക. ഞാൻ എപ്പോഴും സിമ്പിളായി പറയുന്ന എക്സാമ്പിളാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ജഡത്വം എന്ന സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു സാധനം അതിൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിനെ ടച്ച് ചെയ്യാത്തിടത്തോളം കാലം, മൂവ് ചെയ്യാത്തിടത്തോളം കാലം അത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷെ എപ്പോഴും എന്നെ സംബന്ധിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിലും എൻ്റെ ക്ലയൻറ്റുകളുടെ എക്സ്പീരിയൻസിലാണെങ്കിലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾ ആദ്യത്തെ പേജ് എഴുതുക. ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ കടന്നുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതങ്ങനെ അല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ എളുപ്പമാണല്ലോ, ഒന്നും ചെയ്യേണ്ടത് കട്ടിലയിൽ ചാരിയിരുന്നോ അല്ലെങ്കിൽ കിടന്നോ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇത് പലർക്കും അറിയുമെന്നല്ല, ഫിനോമിനലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് എഴുതുക എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ എഴുതുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. എനിക്ക് 2008 നടന്നൊരു സ്റ്റഡിയാണത്. അതിനകത്ത് കുറേ ആളുകളെ പഠിച്ചു. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതുന്ന ആളുകൾ, അതിനകത്ത് കണ്ടത് എഴുതുന്ന ആളുകളിൽ 44% ആൾക്കാരും അത് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് എഴുതില്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇപ്പോൾ അടുത്ത വർഷം ഞാൻ എൻ്റെ ആഗ്രഹം 10 കിലോ കുറയ്ക്കണം, 10 കിലോ എനിക്ക് കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഒരു പുതിയ കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത വർഷം എൻ്റെ സാലറി അല്ലെങ്കിൽ ഇൻകം ഇത്ര കൂട്ടണം. ആ ആഗ്രഹിച്ച കാര്യത്തെ ആൾ ഒരു പേപ്പറിലോ ഡയറിയിലോ എഴുതി വെച്ചു. എല്ലാ ദിവസവും എഴുതിയില്ല, ഒരു ദിവസം അന്ന് എഴുതി വെച്ചു. ആ എഴുതിയിൽ 44% ആളുകളും അത് അച്ചീവ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ 1 വിഷ്വലൈസ് ചെയ്യുക, 2 എഴുതുക, പിന്നെയാണ് ആക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാത്ത കാര്യം ഒരിക്കലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ലോകത്തിലെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒരിക്കലെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി കോളേജിലിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ച സമയത്ത് അവർ ചിന്തിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടാക്കണമെന്ന്. മനസ്സിലാണ് എല്ലാം ഉണ്ടാകുന്നത്. മനസ്സിലുണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും റിയാലിറ്റിയായി ഉണ്ടാകാൻ സാധിക്കില്ല. ഇഫ് യു കനോട്ട് ഇമാജിൻ യു കനോട്ട് റിയലൈസ് ഇറ്റ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ആ പർപ്പസ് കണ്ടെത്താനായിട്ട് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യത്തിലേക്ക് എത്തുകയും അത് പിന്നീട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമാണ്. ഇനിയിപ്പോൾ പലർക്കും പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ജോലി ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടൊന്നും പുതിയ കാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പൊതുവെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ മണാലി ശ്രീനഗർ ട്രിപ്പ് പോയ സമയത്ത് യാദൃച്ഛികമായിട്ടൊരു പയ്യനെ കണ്ടുപിട്ടി. എനിക്ക് 20 വയസ്സ് മാത്രമേ ഉള്ളൂ. നല്ലൊരു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്
പാസ്സായ ആളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഫിലിം എഡിറ്റിംഗാന്ന് പറഞ്ഞു. അപ്പോൾ നീ ബിടെക്ക് എന്തൊക്കെയല്ലേ ചെയ്തേ? അപ്പോൾ ശരി, ഞാനതൊക്കെ ചെയ്തു, എനിക്ക് പ്ലേസ്മെൻറ്റ് നല്ല കമ്പനിയിൽ കിട്ടി, നല്ല ശമ്പളത്തിൽ കിട്ടി. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കോളേജിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫിലിം എഡിറ്റിംഗ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഫിലിം എഡിറ്റിംഗ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ കോളേജിലുണ്ടായ സമയത്ത് ഞാൻ ഏകദേശം 18 ക്ലബ്ബുകളിലെ മെമ്പറായിരുന്നു. വിമൻസ് ക്ലബ്ബ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലബ്ബിലും മെമ്പറായിരുന്നു. വിമൻസ് ക്ലബ്ബിൽ മെമ്പർ അല്ലെങ്കിൽ ഞാൻ അവിടെ ക്ലാസ് കേൾക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചത് BSc കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, എനിക്കെന്തോ കെമിക്കൽ ഫോമിലൊന്നും അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഞാൻ എനിക്ക് ലാബിലെ ടെസ്റ്റിലൊന്നും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ മുമ്പിലുള്ളതെന്ന് വെച്ചാൽ എന്താണ് കണ്ടെത്തുക. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ക്ലബ്ബിലും ജോയിൻ ചെയ്യാൻ കാരണം ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ ഒരു ഗ്രേസ് മാർക്കേ ഉള്ളൂ. ഇപ്പോൾ NCCയിലും NSSലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് ഞാൻ. പക്ഷെ ഒരു ഒരെണ്ണത്തിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്കിൽ എന്താണ്. ശരിക്കും അതൊരു എക്സ്പ്ലോറേഷനായിരുന്നു. കോളേജിൽ പഠിച്ച ആ 3 വർഷവും എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഏരിയ ഏതാണെന്നുള്ളത്. കുറേ ആൾക്കാർ ഞാൻ പുസ്തകം മിക്ക സമരങ്ങളുണ്ടാകും കോളേജിൽ. സമരം ഉണ്ടാകുമ്പോൾ എല്ലാവരും അവിടെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഇരിക്കും. ഞാൻ പക്ഷേ എൻ്റേതായ കുറേ എക്സ്പ്ലോറേഷൻ ഒന്ന് ക്ലബിൻ്റെ ആക്ടിവിറ്റിക്ക് പോകും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോകും. വളരെ തന്നെ കളിയാക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നും എൻ്റെ കൂട്ടുകാർ പലരും പറയും മടുത്തു. കുറേ ആൾക്കാരൊക്കെ ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരൊക്കെ വളരെയധികം പൈസയൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു എന്ത് ചെയ്യാനാണ്, നീ എനിക്ക് ഫ്രീ ആകുമ്പോൾ പറ, നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അവർക്ക് പലർക്കും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത്. പക്ഷേ എനിക്ക് ആ വളരെ യങ് സ്റ്റേജിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തെ കണ്ടെത്താൻ സാധിച്ചു. കാരണം അത്രയും ട്രൈ ചെയ്തു, അത്രയും ഫെയിലായി. ആ ഫെയിലിയറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ശരിയാണ്, യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് സമൂഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തയ്യാറാണോ? ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 99 സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഈ ഒരു ഇൻവിസിബിളായിട്ടുള്ള പവർ, ഇൻവിസിബിളായിട്ടുള്ള എനർജി സോഴ്സ് നമ്മിലേക്ക് വരികയും അത് നമ്മൾ ചെയ്തിരിക്കുകയും ചെയ്യും. ശരിക്കും അതൊരു പലരും പല രീതിയിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയും, മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. പക്ഷേ അത് വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്ത് നമുക്ക് അതിന് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്ക് സന്തോഷവും ഹാപ്പിനെസ്സും, അത് നമുക്ക് ഈ ഭൂമി ജീവിച്ചതിന് എനിക്കെന്തോ അർത്ഥമുണ്ടായി എന്ന് പലപ്പോഴും. ഇപ്പോൾ എനിക്കൊക്കെ ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി വേദനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കൊക്കെ വിഷമം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒന്ന് കൂടി ഇൻസൈറ്റ്ഫുള്ളായിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജീവിത പാഠങ്ങളാണ് എനിക്ക് ഇന്ന് പഠിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിളിൽ മനോഹരമായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് അമോർ ഫാറ്റി. അപ്പോൾ പല ആൾക്കാർ എൻ്റെ വിധി എന്ന് പല ആൾക്കാരും പറയും. അപ്പോൾ ഈ അമോർ ഫാറ്റി എന്ന പ്രിൻസിപ്പിൾ സത്യം പറഞ്ഞാൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാജഡി എല്ലാം നിങ്ങളാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നഷ്ടം വന്നു, അല്ലെങ്കിൽ ഒരു കടബാധ്യത വന്നു, അല്ലെങ്കിൽ ബന്ധം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചു, കളിയാക്കം സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ വിചാരിക്കണം എൻ്റെ ജീവിതം തീർന്നു, എനിക്ക് ഈ ഗതി വന്നുവല്ലോ. ഈ കൺസൾട്ടേഷൻ വരുന്ന ആൾക്കാരിൽ 99% ആൾക്കാരും അവിടെ വേദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ചിലർ ഞാൻ വളരെ ശുദ്ധനായിട്ടുള്ള ആളായിരുന്നു, ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല, എനിക്കിത് ഗതി വന്നല്ലോ. പക്ഷെ സത്യത്തിൽ അതല്ല. സത്യത്തിൽ നമ്മെ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാക്കാനും നമ്മുടെ ജീവിതത്തിൽ പർപ്പസിലേക്ക് ഗൈഡ് ചെയ്യാനുമായിട്ട് നമുക്കുണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം. പക്ഷെ മനുഷ്യനത് മനസ്സിലാക്കാതെ എനിക്ക് കഷ്ടത വന്നല്ലോ എന്ന് വിചാരിച്ച് അതിനെ തള്ളിക്കളിയാണ്. ശരിക്കും ഈ മനുഷ്യൻ്റെ പരാജയങ്ങളും കഷ്ടപ്പാടുകളുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അത് വരട്ടെ, വന്നാൽ അതിനെ നേരിടാവുന്നുള്ളൊരു മനോഭാവത്തോടെ ജീവിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു ലോട്ട്സ് ഓഫ് പവർ. ഇപ്പം ഞാൻ യാത്ര പോയി, ഇപ്പം എന്നോട് പലരും ചോദിച്ചു നീ മാത്രമുള്ളോ കേരളത്തിൽ നിന്ന്. ഞാൻ ഇപ്പോൾ ഹിമാലയത്തിലും ലേയിലും എല്ലാ 6 മാസം കൂടുമ്പോൾ എങ്ങനെ യാത്ര ചെയ്യും. ഞാൻ പലരോടും ചോദിക്കും പോരണ്ടോ. അപ്പോൾ ചില ആൾക്കാർ പോരാമെന്ന് പറയും, ഇത്തവണയും 2 പേര് പോരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. മറ്റേ ആൾ പോരാൻ ഒരാഴ്ച പോകുന്ന തലേദിവസം എനിക്ക് ലീവ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ നേരത്തെ റെഡിയാക്കി വയ്ക്കും, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ. അപ്പോൾ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നീ മാത്രമുള്ളോ കേരളത്തിൽ, നീ മാത്രമുള്ളോ. ഇത്തവണ സോളോ റൈഡ് ചെയ്താണ് 15 ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തത്. ഡിഫിക്കൽട്ടായിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ജേർണിയാണ്. അപ്പോൾ അന്നേരം എൻ്റെ കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, നീ തന്നെ യാത്ര ചെയ്തെങ്കിൽ
ജീവിതത്തിനൊക്കെ എന്തും ചെയ്യാൻ സാധിക്കും. അത് ആ റിയലൈസേഷൻ ആക്കാനാണ് കൂടെ വരുന്നത്. അപ്പോൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ഓക്കെ എൻ്റെ ജീവിതം ശരിയാക്കാം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ശരിയാകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സ് ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടേരെ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടോക്കൺ കൊടുത്തിട്ടേരെ. എപ്പോഴും അങ്ങനെ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ഭയങ്കര ലേണിംഗ് ആണ്. ഈ പരാജയങ്ങളുണ്ടാകും, കൂടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ അതിന് അമോർഫാറ്റി എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തെ അത് മാറ്റുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ആ ചിന്ത, ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ കൂടെയും ആണ് പർപ്പസ് കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിയുടെ കാലമാണ്. വിവരസാങ്കേതികത അതിൻ്റെ എല്ലാം ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ഈ AI പോലുള്ള പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ ജീവിതത്തെ, പ്രത്യേകിച്ച് അവൻ്റെ റിലേഷൻഷിപ്പിലായാലും അവൻ്റെ ദൈനംദിന മറ്റ് ജീവിതത്തിലായാലും ഒക്കെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയും, അതുപോലെ തന്നെ ഒരു AIക്ക് കൈൻഡ്നെസ്സിനെ പറ്റി സംസാരിക്കാൻ പറ്റും, എമ്പതിയെ പറ്റി സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെപ്പറ്റിയ ധാരണകൾ നമുക്ക് നൽകാൻ കഴിയും. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല, അല്ലേ? കൈൻഡ്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ AIക്ക് സാധിക്കും, പക്ഷേ അതെന്താണ് എന്ന് അനുഭവിക്കാൻ അതിന് സാധ്യമല്ല. വരും കാലത്ത് ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ AI എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതും AIക്ക് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം അഫക്റ്റ് ചെയ്ത് ദോഷകരമായി സ്വാധീനിക്കാം എന്നുള്ളതിനെ പറ്റിയും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം എന്താണ്? ധാരാളം പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു മേഖലയാണിത്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു AI ഇൻ ബിസിനസ് ആൻഡ് അക്കാഡമിയിൽ നിന്ന് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടാണ് നേരെ വരുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. രാവിലെ അവിടെ ലാൻഡ് ചെയ്തുള്ളൂ. AI ബാധിക്കാത്ത ഒരു മേഖലയുമില്ല. ഇപ്പോൾ ഷിജോ പറഞ്ഞു വെച്ചത് വൈകാരിക മേഖലയിൽ AIക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് AIക്ക് ഒരുപക്ഷെ വൈകാരിക മേഖലയിൽ കൈ കടത്താൻ സാധിക്കില്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു. ഞാൻ അടുത്ത കാലത്ത് വായിച്ച പുസ്തകമാണ് കൈഫൂലി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ് AI സൂപ്പർ പവേഴ്സ്. അത് ചൈനയും US-നെയും കമ്പയർ ചെയ്യുന്ന എഴുതുന്ന പുസ്തകമാണത്. അദ്ദേഹം വേറെ പുസ്തകം എഴുതിയിട്ടുണ്ട് 2040 എന്താണ് AI സംഭവിക്കാൻ പോകുന്നത്. അതിനകത്ത് 10 കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹം ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ ഇവിടെയൊക്കെ ജോലി ചെയ്ത ആളാണ് കൈഫൂലി. അദ്ദേഹം തൈവാനിലുള്ള ആളാണ്, പക്ഷേ അമേരിക്കയിലാണ് അദ്ദേഹം ജോലി ചെയ്തതുമെല്ലാം. ഇപ്പോൾ ചൈനയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്യാൻസർ അസുഖം പിടിച്ചു. അപ്പോൾ അദ്ദേഹം വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചു. അപ്പം അന്നേരം ആ സമയത്തൊക്കെ എഴുതിയ പുസ്തകമാണത്. അപ്പോൾ അതിനകത്ത് അവസാനം അദ്ദേഹം പറയുന്നത്, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, കെയർ, സ്നേഹം, കരുണ ഇതൊന്നും മെഷീന് നൽകാൻ കഴിയില്ല. ഞാൻ മെഷീനുമായി ബന്ധപ്പെട്ട് ഒത്തിരി പഠിച്ചാണെങ്കിലും ഇതൊന്നും എനിക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 10 കഥകൾ പറയുന്നുണ്ട്. 2040 സംഭവിക്കാൻ പോകുന്ന 10 കഥകൾ. അത് 2020 കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണത്. ഇന്നിപ്പോൾ 2025 ആയുള്ളൂ. ഞാനപ്പോൾ 5 വർഷം പിന്നിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം 2040 സംഭവിക്കുന്ന വിഭാവനം ചെയ്ത കാര്യങ്ങളേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വെറും 5 വർഷം കൊണ്ട്. പിന്നെ ഇന്നലെ വായിച്ചൊരു കഥ. അപ്പോൾ നമ്മൾ പറയും സ്നേഹം മെഷീന് നൽകാൻ കഴിയുമോ? ഞാൻ വായിച്ചത് ചില ആളുകൾ ജീവിത പങ്കാളിയായി മെഷീൻസിനെ കണ്ടെത്തിയിരിക്കുന്നു. സ്നേഹം നൽകുന്ന, എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, എനിക്ക് വേണ്ട ഉപദേശം നൽകുന്ന. ശരിയായിരിക്കും, അതിൻ്റെ ഉപബോധ മനസ്സിൽ നമുക്കറിയാം ഇതൊരു മനുഷ്യനല്ല. പക്ഷേ ആ റോബോട്ടുമായി മനുഷ്യൻ ശാരീരിക ബന്ധം പുലർത്താൻ സാധിക്കുന്ന മെഷീനാണ്. നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള മെഷീനാണ്. നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന കണ്ണിൻ്റെ ഐറിസിൻ്റെ ചലനം മനസ്സിലാക്കിക്കൊണ്ട്, ചുണ്ടിൻ്റെ ചലനം മനസ്സിലാക്കിക്കൊണ്ട്, മുഖപേശികളുടെ ചലനം മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന മെഷീൻ. സമയത്ത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന മെഷീൻ. ഓഫീസിൽ നിന്ന് ക്ഷീണിതനായി തിരിച്ചു വന്നു കഴിയുമ്പോൾ മുഖം മ്ലാനവതനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്ന മെഷീൻ. സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്ന മെഷീൻ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ മാംസളമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്ന മെഷീൻ. ശരിക്കും മനുഷ്യനറിയാം ഇത് ഒരു മനുഷ്യനല്ല എന്ന്. പക്ഷേ മനുഷ്യനതെല്ലാം ലഭിക്കുന്ന രീതിയിലേക്ക് ടെക്നോളജി വളരുമോ എന്ന്. കാരണം ഇപ്പം നമ്മൾ പറയുന്നത് AI എന്നാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ ജനറൽ ഇൻ്റലിജൻസ് എന്ന അവസ്ഥയിലേക്കും എത്താം. കാരണം മനുഷ്യന് എന്തെല്ലാം ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമോ അതുപോലെ തന്നെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു
ഉപകരണം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉണ്ടാകുമ്പോൾ റിയാലിറ്റി അല്ലെങ്കിൽ കൂടെയും ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമോ എന്നുള്ളത് എനിക്ക് ഉള്ളിൽ ഭയമുള്ള കാര്യമാണ്. ഇപ്പോൾ മിക്ക പുസ്തകങ്ങൾ, ഇപ്പോൾ ന്യൂവൽ ഹരാരി എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് 21st Century 21 Skills എന്ന് പറയുന്ന, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, പക്ഷേ ഇമോഷണൽ ആയിട്ടുള്ള സ്കില്ലുകൾ ആവശ്യമാണ്. ഈ രണ്ട് പുസ്തകം പറയുന്നത് ഒരേപോലത്തെ കാര്യങ്ങളാണ്. ന്യൂവൽ ഹരാരി പറയുന്നത് യൂസ്ലെസ് കമ്മ്യൂണിറ്റി ഉണ്ടാകും. ഈ AI ടെക്നോളജി അല്ലെങ്കിൽ ഡേറ്റ ഇല്ലാത്ത ആളുകളെല്ലാം യൂസ്ലെസ് ആയി പോകും. ഈ ഡേറ്റ കൈവശമുള്ള 1% ആളുകൾ വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും. കൈഫൂലി പറയുന്നത് പൂവർ എക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഉപയോഗിക്കാൻ അറിയാത്ത, ഡേറ്റ ഇല്ലാത്ത രാജ്യങ്ങളെല്ലാം, അവിടുത്തെ ആളുകളെല്ലാം പൂവറായിട്ട് അല്ലെങ്കിൽ ദരിദ്രം പിടിച്ച ആളുകളായി മാറും. ബാക്കി മൈനോറിറ്റിയിലെ 1% രാജ്യങ്ങളും ആളുകളും വളരെയധികം നേട്ടം കൊണ്ടുവരും. പക്ഷേ പതിയെ പതിയെ ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടി മെഷീൻസ് നേടുന്നുണ്ടെന്നും ഒപ്പം തന്നെ അത് നേടുന്നില്ലെങ്കിൽ കൂടെയും മനുഷ്യന് അതുമായി അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ വേറൊരു പഠനം ഞാൻ ഇന്നലെ വായിച്ചത്, അത് 2-3 പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും വാട്ടർ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള ബ്രെയിൻ കമ്പയർ ചെയ്യുകയാണ്. ബ്രെയിൻ കമ്പയർ ചെയ്യുക വെച്ചാൽ ChatGPT അല്ലെങ്കിൽ GPT ടെക്നോളജി AI ഉള്ള ഉപകരണങ്ങൾ സ്ഥിരമായി അല്ലെങ്കിൽ ടെക്നോളജി ടൂൾസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളെയും അത് ഉപയോഗിക്കാത്ത ആളുകളുടെയും ബ്രെയിൻ പാറ്റേൺസ് കമ്പയർ ചെയ്യുന്നൊരു സ്റ്റഡിയാണത്. അതിനകത്ത് ചിത്രം, സ്കാൻ ഇമേജസും EEG എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ബ്രെയിൻ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്, മറ്റേ ബ്രെയിൻ വളരെ വൈബ്രൻ്റായി അതിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് പാത്വേസ് എല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് മനുഷ്യൻ ഭൂമിയിൽ കൃഷി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാറകളെല്ലാം പൊട്ടിക്കുകയും വലിയ മലകളെല്ലാം തുറന്നു മാറ്റുകയും എല്ലാം ചെയ്തു. ആ സമയത്ത് മനുഷ്യന് വളരെ ഫിസിക്കൽ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു, ശക്തമായ മനുഷ്യന്മാരായിരുന്നു ശാരീരികമായിട്ട്. കുറേ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെയായി അല്ലേ. മനുഷ്യ ശക്തമായ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം മെഷീൻ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചെന്താണ്, മനുഷ്യൻ്റെ ശാരീരിക ക്ഷമതയും കായികക്ഷമതയും ആരോഗ്യക്ഷമതയും കുറഞ്ഞിട്ടുണ്ട്. സത്യമാണല്ലോ. അതുപോലെ തന്നെയാണ് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും മനുഷ്യൻ്റെ കണ്ടമാനം കുറയുന്നുണ്ട്. ഇപ്പോൾ പണ്ട് മനക്കണക്ക് കൂട്ടിയിരുന്നയാൾ കാൽക്കുലേറ്ററിലേക്ക് മാറുന്നു. പിന്നെ ചിന്തകളെല്ലാം തീരുമാനമെടുക്കാനായിട്ട് മനസ്സിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നു, എഴുതാനായിട്ട് കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇപ്പോൾ എല്ലാം മെഷീനോട് ചോദിക്കുകയാണ്, ഇത് ചെയ്യാൻ പറ്റുമോ, ഓക്കെ, ഉത്തരം റെഡിമെയ്ഡായിട്ട് തരികയാണ്. അപ്പോൾ ഈ പഠനത്തിൽ കാണാൻ സാധിച്ചത് ഈ ആക്ടിവിറ്റീസ് സ്വന്തമായി ചിന്തിക്കാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കാത്ത, സ്വന്തമായി പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകളുടെ ബ്രെയിനും ശരീരത്തെ പോലെ തന്നെ ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യമാണ്, നാം പെട്ടെന്ന് ഇപ്പോൾ ഈ പുസ്തകങ്ങളിലെ ഞാൻ കൈഫൂലിയെ പോലെയോ അതല്ലെങ്കിൽ ഈ ന്യൂവൽ ഹരാരിയെ പോലെയോ ഇലോൺ മസ്കിനെ പോലെയോ ഒന്നും ബുദ്ധിയുള്ള ആളല്ലല്ലോ. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് അവർ ഇപ്പോഴും പറയുന്നത് ഈ മെഷീൻസിന് എന്തായാലും ഇമോഷണൽ കേപ്പബിലിറ്റിയെ നേടാനായിട്ട് സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനാണ് ഇനി നിലനിൽപ്പുള്ളത്. എന്നുവെച്ചാൽ ഇമോഷൻസ് വേണ്ട സാഹചര്യം ഏതെല്ലാമാണ്. ഇപ്പോൾ എമ്പതി, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് അത് മെഷീന് സാധിക്കും. എമ്പതി എന്ന് ഞാൻ പറഞ്ഞു, ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കി അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ കണ്ണിൻ്റെ ചലനം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി മെഷീൻ റീഡ് ചെയ്യാൻ സാധിക്കും. സ്നേഹം മെഷീന് കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കരുണ മെഷീന് കൊടുക്കാൻ സാധിക്കുമോ? ഇതെല്ലാം ഒരു ചോദ്യമുള്ള കാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ ഒന്നെങ്കിൽ ഭൂലോകത്തിന് മനുഷ്യൻ ആവശ്യമില്ലാത്ത അവസ്ഥയാവും. കാരണം മനുഷ്യന് എന്തിനാണ് ആവശ്യം? ഇപ്പോൾ ഒരു വളരെ നല്ലൊരു സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് അതിൻ്റെ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഈ റോബോട്ട് ഉണ്ടാക്കിയ ആളോട് ഈ റോബോട്ടിനോട് പറയുകയാണ്, ഭൂമി അപകടത്തിലാണ്, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഭൂമിയെ രക്ഷിക്കണം, അതിന് വേണ്ട എന്താണെന്ന് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ മെഷീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആ പ്ലാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഈ ഭൂമിയിൽ എല്ലാ പ്രശ്നത്തിനും കാരണം മനുഷ്യരാണ്. മനുഷ്യനെ ഉന്മൂലനാശം ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഭൂമിക്ക് എക്സിസ്റ്റൻസിന് മനുഷ്യന് ആവശ്യമില്ലല്ലോ. ഭൂമി നശിപ്പിക്കുന്നതെല്ലാം മനുഷ്യനാണ്. മണ്ണ് നശിപ്പിക്കുന്നത്, സമുദ്രം നശിപ്പിക്കുന്നത്, പ്രകൃതി നശിപ്പിക്കുന്നത്, വനം നശിപ്പിക്കുന്നത്, മരുഭൂമി നശിപ്പിക്കുന്നത്, വെള്ളം നശിപ്പിക്കുന്നത്, വായു നശിപ്പിക്കുന്നത് എല്ലാം മനുഷ്യനാണ്. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ പ്രപഞ്ചത്തെ രക്ഷിക്കാനും ഭൂമി രക്ഷിക്കാനും മനുഷ്യനില്ലാതിരിക്കുന്നതാണ്. ഈ പല പഠനങ്ങളും കാണാൻ സാധിക്കുന്നത് ഒരു 10 വർഷം വേണ്ട, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളുടെ 50% ആ ജോലി ചെയ്യാനുള്ള ആളെ ആവശ്യമില്ലാത്ത അവസ്ഥ വരും. ജോബ് റോൾ മാറി, ജോബ് ഇറ്റ് സെൽഫ് വിൽ ബി റീപ്ലേസ്ഡ്. ഒരു 50 മുതൽ 60% വരെ
ജോലികളും ആവശ്യമില്ല. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ്, പോസ്റ്റർ മേക്കിംഗ്, ഇങ്ങനെ തുടങ്ങി സെക്യൂരിറ്റി, സർവൈലൻസ്, ഡ്രൈവേഴ്സ്, ഇങ്ങനെ പല മേഖലകളിലും, അഡ്വക്കേറ്റ് ഉൾപ്പെടെ പല മേഖലകളിലും ആളുകളെ ആവശ്യമില്ല. ഇപ്പോൾ സർജറി ചെയ്യാനായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് സർജറി ചെയ്യുന്നത്. പക്ഷേ നാനോ റോബോട്ട്സുകളുണ്ട്. ആ റോബോട്ട് ചിലപ്പോൾ മരുന്നായിട്ടോ കയറ്റി വിട്ടാൽ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ പോയി ക്ലിയർ ആയിട്ട് സർജറി ചെയ്തിട്ട് ആ മെഷീൻ പുറത്തു വരും. എന്ന് വെച്ചാൽ മനുഷ്യനേക്കാൾ കൂടുതൽ സ്പീഡും ആക്യുറസിയും കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാം, നമ്മൾ വിചാരിക്കും ടെക്നോളജിയൊക്കെ വരുമ്പോൾ കോസ്റ്റ് കൂടുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ പറയുന്നത് ഇനി കോസ്റ്റ് ഓഫ് ലിവിങ് കുറയുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പല ഓപ്പറേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജോലിയിൽ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. പക്ഷേ ഇനി ജോലിയിലുള്ള വരുമാനങ്ങൾ കുറയാനുള്ള സാഹചര്യമാണ് പലപ്പോഴും കാണുന്നത്. കാരണം ഒത്തിരി ജോലികൾ പണ്ട് നമ്മൾ ബ്ലൂ കോളർ വർക്കേഴ്സിൻ്റെ ജോലികളാണ് കുറേയൊക്കെ കുറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ പൊട്ടിക്കുക, അല്ലെങ്കിൽ മണ്ണ് പൊട്ടിക്കുക, അങ്ങനെ ബ്ലൂ കോളർ ജോലികളാണ് കുറേയൊക്കെ മെഷീൻ ഓട്ടോമേറ്റ് ചെയ്തത്. ഇനി നോളജ് വർക്കേഴ്സിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അറിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ജോലികളാണ് ഇനി ബാധിക്കാൻ പോകുന്നത്. കാരണം ഈ ജോലികളിൽ ഒട്ടുമിക്കതും മെഷീൻസ് ഏറ്റെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൈഫൂരി എല്ലാം പറയുന്നത്, നിങ്ങൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ കുറേ കൂടി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സ്റ്റഡീസ് എല്ലാം പറയുന്നത് ഏകദേശം ഒരു 50-55% ജോലികളും മെഷീൻ ഏറ്റെടുക്കുകയും, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഇമോഷൻസ് വേണ്ട മേഖല ഏതാണ്. ഇനി ഇമോഷൻസ് വേണ്ട മേഖല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ഇപ്പോൾ ലീഡർഷിപ്പ് പൊസിഷൻസ്, ഇപ്പോൾ നിങ്ങളൊരു മാനേജറായിരിക്കാം, അല്ലെങ്കിൽ CEO ആയിരിക്കാം, MD ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡറായിരിക്കാം. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന് കുറഞ്ഞ ടീമായിരിക്കും ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്, അവിടെ എന്തെല്ലാം ഇമോഷൻസാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അത് സ്നേഹമായിരിക്കാം, കരുണയായിരിക്കാം, അത്തരം റോളുകളാണ്. ഒരു മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്ന് പറയുന്ന റോള് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരാളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അപ്പോൾ അതിന് എംപതി എന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് ഒരു സയൻറ്റിഫിക്കായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ആദ്യ പുസ്തകം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഡാനിയൽ ഗോൾമാൻ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഴുതുന്നൊരു പുസ്തകത്തിൽ ഈ വർഷം ഞാൻ 3 പുസ്തകങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഒരു പുസ്തകം ഈ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, വൈകാരിക ബുദ്ധിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു 5 കാര്യമുണ്ട്. നിങ്ങൾക്കിനി ഞാനിതൊരു AI കോണ്ടെക്സ്റ്റിൽ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് സ്കില്ല് വേണം, AI ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലീഡർ പൊസിഷൻ നിലനിൽക്കണമെങ്കിൽ, ചെറിയ സ്ഥാപനമാണെങ്കിലും നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തെല്ലാം സ്കില്ലാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് സെൽഫ് അവെയർനെസ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എത്രമാത്രം ബോധ്യമുണ്ട്. പലർക്കും അതില്ല എന്നുള്ളതാണ്. പലർക്കും അവരെന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് ജൊഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ട്. ഇപ്പോൾ ജൊഹാരി വിൻഡോ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരു 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്താണ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് എനിക്കും അറിയാം, ഷിജോയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. 2 ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, എൻ്റെ ഗുണങ്ങളും എൻ്റെ ശക്തിയും എൻ്റെ വീക്ക്നെസ്സും എനിക്കറിയില്ല, പക്ഷെ മറ്റേ ആൾക്കത് അറിയാം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഹിഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്കറിയാം, എനിക്കറിയാം പക്ഷെ മറ്റുള്ളവർക്കറിയില്ല. ഹിഡൻ, എനിക്കറിയാവുന്ന കാര്യം പക്ഷെ മറ്റുള്ളവർക്കറിയില്ല, കുറേ കുളിച്ച് ഇരിക്കുന്ന കാര്യമാണ്. 4മത്തെ അൺനോൺ, എനിക്കും അറിയില്ല മറ്റേ ആൾക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല, പക്ഷേ എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുന്നു. പല ആൾക്കാർ വിചാരിക്കും ഞാൻ സൂപ്പർ പവറാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ മറ്റുള്ളവരും അറിയാം ഇവൻ വെറും അല്ലെങ്കിൽ ഇവൾ ഒരു ആണ്. ചില ആൾക്കാർക്ക് സ്വന്തം കഴിവ് അറിയില്ല, അവർ വിചാരിക്കും എനിക്കൊന്നും കഴിവില്ല എന്ന് വിചാരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അറിയാം ഇയാളൊരു പുലിയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്വയം അവെയർനെസ്. ഇനി ഇതാ ശരിക്കും ഈ സെൽഫ് അവെയർനെസ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഈ സ്കിൽ പറയുന്നത്. ഇപ്പോൾ സെൽഫ് അവെയർനെസ്സിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, 2 പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്, 3 അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. അപ്പോൾ പലരും പല രീതിയിലാണ് അവരുടെ ഈഗോ സ്റ്റേറ്റ് ഉണ്ടായിരിക്കുന്നത്. ചിലർ ചൈൽഡായിട്ടുള്ള ഈഗോ സ്റ്റേറ്റ് ആയിരിക്കും. ശരിക്കും ഇതെല്ലാം ഉണ്ടാകുന്ന ചെറുപ്പകാലങ്ങൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഇപ്പോൾ എറിക് ബേൺ ആണ് ഈ
ട്രാൻസ് അനാലിസിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പകാലത്തിൻ്റെ അനുഭവങ്ങളാണ് മനുഷ്യൻ്റെ ഈ ഒരു മോൾഡ് ഉണ്ടാക്കുന്നത്. ചെറുപ്പത്തിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടുള്ള ജീവിതം ഉണ്ടാകും. മോശമായ അനുഭവങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം മോശമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത, അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സും ന്യൂറൽ പാത്വേസും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ചൈൽഡ് സ്റ്റേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ റിബലിയസ്, അത് ഇമ്മച്ചുവർ ആയ ഡിസിഷൻസ് അങ്ങനെയുള്ള ആളാണെങ്കിൽ വളർന്നു വന്നു കഴിയുമ്പോൾ ശരീരം നമുക്ക് വലുതായിരിക്കാം, പക്ഷേ നമ്മുടെ പെരുമാറ്റങ്ങളെല്ലാം ഒരു ചൈൽഡ് ആണെങ്കിലോ. ഇനി ചില ആൾക്കാരുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുറേയൊക്കെ ഒരു എന്താ ഡിഫിക്കൽട്ടായ ലൈഫാണ് നയിക്കേണ്ടി വരുന്നതെങ്കിൽ അവർ പെട്ടെന്ന് പേരൻ്റായി മാറും. ഇപ്പോൾ എക്സാമ്പിൾ സിംഗിൾ പേരൻ്റായിട്ടുള്ള സിംഗിൾ മദേഴ്സിൻ്റെയും അല്ലെങ്കിൽ സിംഗിൾ ഫാദറിൻ്റെ ഒക്കെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ കുറേ കൂടി ചെറുപ്പത്തിൽ ചിലപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈലിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരൊക്കെ എല്ലാവരെയും കുട്ടികളെ പോലെ കെയർ ചെയ്യുക അല്ലെങ്കിൽ ഉപദേശിക്കുക, പേരൻറ്റിങ് സ്റ്റൈലിൽ വരുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്താണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. അവർ വളരെ മച്യൂർഡാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഏത് സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഞാൻ ഷിജോയെ സംസാരിച്ച് ചെയ്യുമ്പോൾ ഷിജോ ചിലപ്പോൾ പേരൻ്റ് ഈഗോ സ്റ്റേറ്റിലുള്ള ആളായിരിക്കാം. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഷിജോ സംസാരിക്കുന്നത് പേരൻ്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു സെൽഫ് അവെയർനെസ്സാണ് ബിഗ്ഗസ്റ്റ് അവെയർനെസ്. ഇതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. ഷിജോയ്ക്ക് കുറേ കൂടി അറിയാം, കാരണം ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ആംഗിളിലാണ് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇത് അറ്റാച്ച്മെൻറ്റ് പുസ്തകമുണ്ട്, ദ സയൻസ് ഓഫ് അഡൾട്ട് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള അമീർ ആൻഡ് റേച്ചൽ ഇവർ എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് 4 തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 അവോയ്ഡൻസ്, 2 സെക്യൂർ, 3 ആങ്ഷ്യസ്, 4 ഡിസോർഗനൈസ്ഡ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സെക്യൂർ അല്ലാത്ത അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ജീവിച്ച് വളർന്ന ആയിട്ടുള്ള ആൾക്കാർ ഏത് റിലേഷൻഷിപ്പിലേക്ക് പോയാലും ആ റിലേഷൻഷിപ്പ് വളരെ പ്രതിസന്ധിയുള്ളതായിരിക്കും. ഇപ്പോൾ ഞാൻ സെക്യൂറാണ്, പക്ഷേ എൻ്റെ പാർട്ട്ണർ അവോയ്ഡൻറ്റോ ആങ്ഷ്യസോ ഡിസോർഗനൈസ്ഡോ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെ ടർമോയിലായിരിക്കും. അത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ ഉൾപ്പെടെ. ഇപ്പോൾ ബോസ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റിലോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലോ ആളാണെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാവരും പ്രശ്നത്തിലാവും. ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ കൊളീഗ് ഡിസോർഗനൈസ്ഡോ ആങ്ഷ്യസോ അവോയ്ഡൻറ്റോ ആയിട്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു മേഖലയിൽ ഈ ഒരു അവെയർനെസ് വളരെ ആവശ്യമാണ്. ഞാൻ ചൈൽഡാണോ, പേരൻ്റാണോ, അഡൾട്ടാണോ, ഞാൻ തിരിച്ചറിയണം ഞാൻ അവോയ്ഡൻ്റ് ആണോ, ഡിസോർഗനൈസ്ഡ് ആണോ, ആങ്ഷ്യസ് ആണോ. ചില ആൾക്കാരുണ്ട് ഇപ്പോൾ അവോയ്ഡൻറ്റ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പെട്ടെന്ന് വിട്ടിട്ട് പോകും. ഒരു കമ്മ്യൂണിക്കേഷൻ പോലും അവർ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് പോകും. കാരണം അവരെ സംബന്ധിച്ച് അവരെ കൺട്രോൾ കിട്ടാൻ വേണ്ടി ഞാൻ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല, ഞാൻ അതുകൊണ്ട് ചർച്ചയ്ക്കൊന്നും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ സംസാരിക്കാറുണ്ട്, എൻ്റെ ഭാര്യയുടെ ഭർത്താവ്, എൻ്റെ കാമുകിലെ കാമുകൻ എന്നെ തേച്ചിട്ട് പോയി, ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, നീ ഇല്ലെങ്കിൽ ഞാൻ ചത്ത് കളയും എന്ന് പറയുന്ന ആങ്ഷ്യസ് ചില ആൾക്കാരുണ്ട്. നീ ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല, നീ ഇങ്ങനെ എല്ലാം തുറത്തടെ വിളിക്കുക, ഫോൺ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ആങ്ഷ്യസ് ആണ്. ഈ രണ്ട് സത്യത്തിൽ ചില ഡിസോർഗനൈസ് ആണ്, ആങ്ഷ്യസ് അവോയ്ഡൻ്റ് പല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ അങ്ങനെ വരുമ്പം ഈ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പം ഈ സ്ഥാപനങ്ങൾ അവരുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത് നല്ലതല്ലേ പലപ്പോഴും? അപ്പോൾ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള പല ആളുകളും അവരുടെ താഴെയുള്ളവരെ സബോർഡിനേറ്റ്സിനെ ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളിൽ. ഇത്തരത്തിലുള്ളൊരു സംവിധാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആകാൻ കഴിയില്ലേ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്? അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് പല രീതിയിലുള്ള പ്രാക്ടീസസ് ഓർഗനൈസേഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നല്ല ഓർഗനൈസേഷൻസിനെല്ലാം അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അവിടെ പോയിട്ട് ഈ പറയുന്ന കൊഗ്നിറ്റീവ് കേപ്പബിലിറ്റി, സൈക്കോമെട്രിക് ടെസ്റ്റ് ഇതെല്ലാം ചെയ്ത ശേഷമാണ് ആളുകളെ എടുക്കാറുള്ളത്. ഇനി അതും പലപ്പോഴും എഫക്റ്റീവില്ല, കാരണം ടെസ്റ്റിലൂടെ ഒന്നും നമുക്ക് ആരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ പല കമ്പനികളും ചെയ്യുന്നത് പ്രീ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു 6 മാസമൊക്കെ അവരെ അവിടെ ജോലി ചെയ്യും, ഇൻറ്റേൺഷിപ്പ് കൊടുക്കും, പ്രീ പ്ലേസ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ ചിലർ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞ ടാസ്കിന് ഇപ്പോൾ നമുക്കറിയാം പല കമ്പനികൾ, ഇപ്പോൾ പല കമ്പനികളുടെ പേരും പറയുന്നില്ല, കമ്പനികളൊക്കെ 6 മാസം കഴിഞ്ഞപ്പോൾ എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു ബെഞ്ചിൽ ബാക്ക് ബെഞ്ച് പോലെ അല്ലെങ്കിൽ സൈഡ് ബെഞ്ച് പോലെ അവിടെ കുറേ എംപ്ലോയീസിന് ഇരുത്തേക്കാണ്, അവരെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്യും, ഇവരെങ്ങനെയുള്ള ആൾക്കാരാണ്, ഇവർ നിലനിൽക്കില്ലയോ. അപ്പോൾ ഒരു ടെസ്റ്റോടെ നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ പല റിലേഷൻഷിപ്പ് സ്പോയിലാകുന്നത്. കാരണം എസ്പെഷ്യലി കല്യാണം കഴിയുമ്പോൾ റിലേഷൻഷിപ്പ് സ്പോയിലാകുന്നതിന് കാരണം സ്നേഹത്തോടെ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റൊമാൻസിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് സന്തോഷമായിരിക്കും.
അവർക്ക് എത്ര സംസാരിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഒന്ന് ജീവിച്ച് ഇടപെട്ട് തുടങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം നിലനിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറയുന്ന ഇപ്പോൾ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻസിന് നമ്മൾ ഇവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരു സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് ഉണ്ടായ ഒരു സമയത്ത് ആ വ്യക്തി പറഞ്ഞു, നിങ്ങളില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്, ഞാൻ പറയുന്ന എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ഞാൻ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് ആംഗിളിൽ നമുക്കത് ചിന്തിക്കാം. ഇപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ച് അറിയില്ലാത്ത ആളാണെങ്കിൽ എന്തു പറയും, ആൾ വിചാരിക്കും ഈ ആൾ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഈ നോളജ് ഉള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംതിങ് ഈസ് ഫിഷി അല്ലേ. കാരണം ഒരു ഇമോഷണലി സ്റ്റേബിളായ ആൾ ഒരിക്കലും പറയില്ല നീ ഇല്ലെങ്കിൽ ഞാൻ ചാകുമെന്ന് പറയില്ല. അതൊരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലല്ല. അപ്പോൾ ചിലപ്പോൾ അതെല്ലാം പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ഡയഗ്നോസിസ് അല്ല, ഒരു മാനസികമായിട്ടുള്ള അസുഖത്തിന് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ആളാണെന്ന്. അത് വളരെ കോംപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പലർക്കും അത് അറിയില്ല. ഈ ഇൻറ്റിമസി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്ക് വിചാരിക്കും ഇത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെല്ലാം ഒറിജിനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചൈൽഡ്ഹുഡ് ഫാക്ടേഴ്സ്, മനുഷ്യൻ്റെ സെൽഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ചെറുപ്പത്തിലാണ്. ഇമോഷണൽ അജിലിറ്റി എന്ന പുസ്തകമുണ്ട്. അതിനകത്ത് ഡേവിഡ് സൂസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദ ബോഡി കീപ്സ് ദ സ്കോർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, ബെസൽ വാണ്ടർ ക്ലോക്ക്. വളരെ എസെൻഷ്യലായ പുസ്തകമാണ്. എസ്പെഷ്യലി ഈ ജീവിതത്തിൽ വളരെ വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളൊക്കെ വായിച്ചിരിക്കുന്ന പുസ്തകമാണ് ദ ബോഡി കീപ്സ് ദ സ്കോർ. അതുപോലെ തന്നെ ദ ബയോളജി ഓഫ് ബിലീഫ് എന്ന പുസ്തകമുണ്ട്, ബ്രൂസ് ലിപ്റ്റൺ എഴുതിയ പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ എസൻസ് ഇതാണ്, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെയും ഒരു അബറേഷൻ, അതല്ലെങ്കിൽ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ഫാക്ടേഴ്സാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ തന്നെ ഒരു ആൻസർ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും. ഈവൻ എപ്പിജെനറ്റിക്സ് ആണെങ്കിലും ജെനറ്റിക്സ് ആണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് ഈ ബ്രൂസ് ലിപ്റ്റൺ ഉൾപ്പെടെ പറയുന്നത്. ഇറ്റ് ഡിഡ്ന്റ് സ്റ്റാർട്ട് വിത്ത് എന്ന പുസ്തകമുണ്ട്, മാർക്ക് ഓയിൻ ചെയ്ത പുസ്തകമാണ്. ഇറ്റ് ഡിഡ്ന്റ് സ്റ്റാർട്ട് വിത്ത് യു എന്ന് വെച്ചാൽ പലരും വിചാരിക്കും ഇതെല്ലാം എൻ്റെ കുഴപ്പമാണ്, ഞാനിങ്ങനെ ആകാനുള്ള എല്ലാം എൻ്റെ കുഴപ്പമാണ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പുസ്തകം പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ പേരൻസിൻ്റെയോ നിങ്ങളുടെ ജീനിൻ്റെയോ ഭാഗമാണ്. പക്ഷേ ഈ ബ്രൂസ് ലിപ്റ്റനും ഒപ്പം തന്നെ വോയിനിയും എല്ലാം പറയുന്നത് നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് പ്രശ്നമാണെങ്കിലും പേരൻസ് പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ ജെനറ്റിക്സ് പ്രശ്നമാണെങ്കിലും എല്ലാം നിങ്ങൾക്കതിനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, പലരും ഈ ഒരു വൂൺസ് ഹീൽ ചെയ്യാതെയാണ് അവർ ജീവിക്കുന്നത്, സെൽഫ് അവെയർ അല്ല. അപ്പോൾ ദ ബോഡി കീപ്സ് സ്കോർ എന്ന പുസ്തകത്തിലും ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രോമാറ്റിക്, ഇപ്പോൾ ഡേവിഡ് സൂസൻ തൻ്റെ പുസ്തകത്തിലും പറയുന്നത് തന്നെയാണ്, ഈ ട്രോമ എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ആൾക്കാരും വിചാരിക്കും ട്രോമ എന്ന് പറയുന്നത് എന്തോ ലൈംഗികമായിട്ട് ഉപദ്രവിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പേരൻസ് അടിച്ചതോ അതൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളറിയാത്ത സൈലൻ്റ് ആയിട്ടുള്ള പല ട്രോമയും ബോഡി കീപ്പ് ചെയ്യും. അത് ചിലപ്പോൾ ഒരാൾ കളിയാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പരാജയപ്പെട്ടതായിരിക്കാം. അത് നമ്മൾ പോലും അറിയാതെ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ബോഡിയുടെ അണ്ടർ സ്കോർ ആയിട്ടത് കിടക്കുകയാണ് ഈ പെയിൻ, ഈ ട്രോമ, സൈലൻറ്റ് ട്രോമ ആയിട്ട് കിടക്കുകയാണ്. ഇതെല്ലാമാണ് പിന്നീടുണ്ടാകുന്ന ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പലപ്പോഴും പറയാറ്, ചെറുപ്പത്തിൽ പല രീതിയിലുള്ള ട്രോമാറ്റിക് എന്ന് തോന്നുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീട്ടിൽ തേങ്ങ ആണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന വീട്ടുകാരെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേങ്ങ മോഷ്ടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്നെ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ, അന്ന് വൈകിട്ട് മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ എന്നോട് വഴക്ക് പറയലും ശാസനയുമല്ല. രാവിലെ എന്ത് ചെയ്തു, ഈ തേങ്ങ എവിടെ നിന്നാണ് എടുത്ത് ആ വീട് എന്നെ അടിച്ചു. എന്നിട്ട് ഞാനത് അവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് ശരിക്കും എനിക്കന്ന് മനസ്സിലാക്കി, എൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു. എന്താണ്, വീട്ടിൽ തേങ്ങ കിട്ടുമല്ലോ,
പക്ഷേ അത് ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പെയിൻ ഡിഫറെൻ്റ് ആയിരുന്നു. വേറെ ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ 2 ഉദാഹരണം പൊതുവെ പറയാറുള്ളതാണ്. ഒരു ദിവസം ഞാൻ സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ പുറകിലത്തെ ഭിത്തിയിലെല്ലാം കുറേ തെറി എഴുതി വെച്ചു. അന്ന് കരിയുണ്ട്, കരി ഉപയോഗിച്ച് കുറേ തെറി എഴുതി വെച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എല്ലായിടത്തും കാണുന്നത് ചേട്ടന്മാരെല്ലാം തെറി എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെന്തോ സൽക്കർമ്മമാണ്, വലിയ കാര്യമാണെന്ന് വിചാരിച്ചാൽ ഞാൻ കരി കൊണ്ട് വീടിൻ്റെ ഭിത്തിയിൽ ബാക്കിൽ ഭിത്തി എഴുതി വെച്ചു. അങ്ങനെ വീട്ടിൽ വല്യാപ്പനെ വിളിച്ചിട്ട് കാണിച്ചു, കണ്ടോ സംഭവം കണ്ട് വായിക്കാൻ പറഞ്ഞു. കണ്ടോ എന്നോട് പറഞ്ഞു, ഒരു ചൂടെടുത്തതുകൊണ്ട് എനിക്ക് തന്നിട്ട് മായ്ക്കാൻ പറഞ്ഞു. ഒരു ബക്കറ്റും വെള്ളം എടുത്തേ മായ്ക്കുന്നു, എൻ്റെ പിന്നിൽ നിന്ന് അടിയോട് അടിയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ച് ചെയ്യുന്നത് എന്താണ്, എന്തോ നല്ല കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അപ്പോൾ അവിടെയാണ്. അപ്പോൾ അത് പിന്നീട് എൻ്റെ കുറേ കാലഘട്ടത്തിൽ ഇന്നുമുള്ള പല എക്സ്പീരിയൻസ് ഞാൻ വായിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നർ കോൺഷ്യസിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമോ ഉണ്ട്. പല അനുഭവങ്ങളുടെ പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഇന്നർ ചൈൽഡിലുണ്ടായിട്ടുള്ള വൂൺസ് ആണ് പല അനുഭവങ്ങളും, ചിലപ്പോൾ ചില ഇൻസിഡൻസ് എല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഒട്ടുമിക്കവാറുമുള്ള ആളുകൾക്ക്, ഒരു 99% ആളുകൾക്കും ഇത്തരം എൻ്റെ കുറച്ചുകൂടി കട്ടിയുള്ള എക്സ്പീരിയൻസ് ആണെന്ന്, അതിലും ചെറുതായിട്ടുള്ള ചെറിയ ശാസ്ത്രങ്ങൾ ഉൾപ്പെടെ, ചെറിയ വഴക്കുവരകൾ ഉൾപ്പെടെ, ഇതെല്ലാം ഒരു ബോഡി അത് മറക്കാതെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീലിംഗ് മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ, എനിക്കൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ അവോയ്ഡൻസ് ടൈപ്പായിട്ടുള്ള ആൾക്കാരും ആങ്ഷ്യസ് ടൈപ്പായിട്ടുള്ള ആൾക്കാരും എല്ലാം അവർ റിലേഷൻഷിപ്പ് ഫാമിലിയിലാണെങ്കിലും അതുപോലെ തന്നെ ഓഫീസുകളിലാണെങ്കിലും സ്പോയിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, പലരും ആഘോഷിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. ഇന്നിപ്പോൾ ആഘോഷമാണ്, ഇന്ന് പലർക്കും വിവാഹം വേണ്ട, അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളൊന്നും വേദനിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അവർ പറയുന്നത് വളരെ സിമ്പിളാണ്, വർക്കാകുന്നില്ല, നമുക്ക് സെപ്പറേറ്റഡ് ആകാവുന്നതാണ് മനുഷ്യൻ ചെയ്യുന്നത്. പക്ഷേ ശരിയായ സൊല്യൂഷൻ അവിടെ അല്ലല്ലോ. കാരണം ഒരു മനുഷ്യനും ഒരിക്കലും പെർഫെക്റ്റായി മാച്ച് ചെയ്യുന്നവരല്ല. അപ്പോൾ അവിടെയാണ് ഈ ഒരു സെൽഫ് അവെയർനെസ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, മറ്റുള്ള എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഇമോഷണലി നമുക്ക് ഇൻ്റലിജൻ്റ് ആകണമെങ്കിൽ സെൽഫായിട്ട് അവെയറായി ഞാൻ എങ്ങനെയുള്ള വ്യക്തിത്വമാണ്, ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണോ, ഞാൻ ഈഗോ ഉള്ള ആളാണോ. ഇതിനൊരു ഭയങ്കര ട്രാൻസാക്ഷൻ അനാലിസിസ് പോലെയോ ജോഹാരി വിൻഡോ പോലെയോ ഉള്ള അല്ലെങ്കിൽ NLP പോലെ ടെക്നിക്കുകൾ നമുക്ക് സ്വന്തം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ കുറേ ക്ലയൻറ്റുകളിൽ ഞാൻ പലരും കണ്ടിട്ടുണ്ട്, ചിലർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ടായിട്ടുള്ള ആളുകൾ, ചിലർക്കൊക്കെ ഈ ഒരു ദേഷ്യം കൊണ്ട്, അതല്ലെങ്കിൽ ഈ പല നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് വളരെയധികം അസുഖങ്ങളുണ്ടായിട്ടുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് അറ്റാക്ക് വരുന്ന ഒരാളാണ്, വളരെ മേജറായിട്ടുള്ളൊരു ബൈപ്പാസ് ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഹീലിംഗ് എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനും മുരടനുമായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹം സസ്പെക്റ്റ് ചെയ്തതിന് രണ്ടാമതൊരു അറ്റാക്ക് കൂടെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതാണ്. അത്രയ്ക്ക് ദേഷ്യമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ ഏകദേശം ഒരു 22 വർഷം കഴിഞ്ഞു, ഇതുവരെ ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ടെക്നിക്ക് കടന്നു പോയപ്പോൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറേ അധികം അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇന്നർ ചൈൽഡിൻ്റെ ഈ ഇമോഷൻസാണ്. അപ്പോൾ ഞാൻ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ കുറേയധികം ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മോശമായിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഹേട്രഡ് അല്ലെങ്കിൽ പക, വിദ്വേഷമാണ്. വേറൊരു വ്യക്തിയോട് പക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെന്നുള്ളതാണ്. ഈ എല്ലാ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സുകളിൽ അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ പക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥനെ ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് അറിയുന്നില്ല. ഇപ്പോൾ നമുക്ക് പക എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ട്, നമ്മൾ തിരിച്ചറിയണമല്ലോ. അതില്ലാത്തടത്തോളം കാലം നമുക്കൊരിക്കലും അത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പല ഫിലോസഫേഴ്സും പറയുന്നത്, യു ആർ ഡ്രിങ്കിങ് പോയ്സൺ ബിലീവിങ് ദാറ്റ് അതർ പേഴ്സൺ വിൽ ഡൈ. ഇപ്പോൾ ഞാൻ വിഷം കുടിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് നീ ചത്തോളും. അപ്പോൾ എനിക്ക് ഷിജോയുടെ ദേഷ്യമുണ്ട്, അപ്പോൾ ഞാൻ ഷിജോ ചാവാൻ വേണ്ടി ഞാൻ വിഷം കുടിക്കുകയാണ്. ഇത് തന്നെയാണ് ഹാർട്ട്. അപ്പോൾ ഈ നെഗറ്റീവായ എല്ലാ ഇമോഷൻസ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അറിയുന്നില്ല, എനിക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ നെഗറ്റീവായിട്ടുള്ള പക എന്ന് പറയുന്ന ഇമോഷൻ കൊണ്ട് ഞാൻ നശിക്കുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണമല്ലോ. അപ്പോൾ അവിടെ ഇതുകൊണ്ട് ഞാൻ ഇത് പാകം അവസാനിപ്പിക്കും. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇതിനെന്താണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, എൻ്റെ ഇമോഷൻസ് എന്താണ്. പല ആൾക്കാരും എപ്പോഴും നെഗറ്റീവായ ഇമോഷൻസാണ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ അവർ ഫീൽ ചെയ്യുന്ന ആ ഇമോഷൻസാണ് സാഡ്നെസ് അല്ലെങ്കിൽ ജലസ്, അല്ലെങ്കിൽ താൻ പീഡിപ്പിക്കപ്പെടുക വ്യക്തി മനോഭാവം. അവർ എന്താണോ നാം ഫീൽ ചെയ്യുന്നത് അതാണ് നാം വേദനയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മളതാണ്.
പക്ഷെ അതിൽ നിന്ന് നമ്മൾ മറികടക്കേണ്ട ആവശ്യമാണ്. ഈ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഈ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാതെ, നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഈ കമത്തി വെച്ച കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഗ്രോ ചെയ്യുന്ന എത്ര ആഗ്രഹിച്ചാലും നമുക്ക് അത് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനും ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കത് കരകയറാൻ സാധിക്കില്ല. നിങ്ങൾ ഇത് ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കൂട്ടുകാരന് നല്ലൊരു ജോലി കിട്ടി, നിങ്ങൾക്ക് എന്തായിരിക്കാൻ തോന്നുന്നത്? അവന് ജോലി കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണോ? ഇപ്പോൾ ഒരാൾ നല്ലൊരു വണ്ടി മേടിച്ചു വെക്കുകയാണ്, നല്ല മനോഹരമായ വണ്ടി മേടിച്ചു, കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു, അതെയോ അവൻ വണ്ടി മേടിച്ചു, അല്ലെ അവൻ വീട് പണിതു, എനിക്ക് മേടിക്കാൻ സാധിച്ചില്ലല്ലോ. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്താഗതിയാണ്, പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ അയാൾക്കത് കിട്ടി, അയാൾക്ക് പൈസ കിട്ടി, അല്ലെങ്കിൽ അയാൾക്ക് വീട് വാങ്ങി, അയാൾക്ക് നല്ല ജോലി കിട്ടി, അതിന് സന്തോഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ ഞാൻ നല്ലതായി കാണുന്നു എന്നുള്ളതാണ്. ഈ പക പോലെ തന്നെ മറ്റൊരു കാര്യം അസൂയ എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റുള്ള നന്മ വരുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവന് പണം ഉണ്ടാകുമ്പോൾ നല്ലതാണെന്ന് ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു, നല്ലതാണെന്ന് ചിന്തിക്കുന്നുള്ളതാണ്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നാം അറിയാതെ കൊടുക്കുന്ന മെസ്സേജാണ്. ഞാൻ കൊണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ ഫീൽ വന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് സ്ലോസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് ഫീൽ ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ ഒരു അവെയർനെസ് നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ട്, അതാണ് സെൽഫ് അവെയർനെസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഗോൾമാൻ പറയുന്നത് സെൽഫ് റെഗുലേഷൻ. ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അസൂയ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് അസൂയയെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പക ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് പകയെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെൽഫ് റെഗുലേഷൻ. ഇതിനെ മനസ്സിലാക്കിയ ശേഷം അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത് ഇതിനകത്ത് പറയുന്നത് മോട്ടിവേഷൻ. സ്വന്തം എന്താണെന്ന് മനസ്സിലാക്കി, രണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇപ്പോൾ ദേഷ്യമുണ്ടെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി മോട്ടിവേഷൻ വേണം. ഇപ്പോൾ ഏത് കാര്യവും ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ AI ഉള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഇമോഷൻ ഇൻ്റലിജൻസ് വളരെ ആവശ്യമാണ്. പക്ഷേ ഒരു മോട്ടിവേഷൻ വേണം. ഇപ്പോൾ എനിക്ക് ദേഷ്യമുള്ള ആളാണെങ്കിൽ അതിനെ മാറ്റണമെന്നുള്ളൊരു ആഗ്രഹം വേണം. അല്ലെങ്കിൽ എനിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ എനിക്കതിന് മോട്ടിവേഷൻ ഉണ്ടാകണം. അപ്പോൾ എന്ത് കാര്യത്തിനും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും നമുക്കൊരാളെ തള്ളി മരം കയറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കില്ല. സ്വയമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എൻ്റെ ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണെങ്കിൽ അത് നന്നാക്കണമെന്ന് ഞാൻ തന്നെ ചിന്തിക്കണം. എൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ആണെങ്കിൽ എൻ്റെ ബ്രെയിനിനെയും മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഞാൻ തയ്യാറാകണം, മോട്ടിവേറ്റഡ് ആകണം. അപ്പോൾ നമുക്കറിയാം, കൗൺസിലിങ്ങിലും കൺസൾട്ടിങ്ങിനും വരുന്ന ആളുകൾ കുറേ ആൾക്കാരെല്ലാം മെസ്സേജ് അയക്കും, എൻക്വയറി ചെയ്യും. ഇപ്പോൾ ചിലർക്ക് ഫീസും അടയ്ക്കും, പക്ഷേ കുറേ ആൾക്കാർ വരാറില്ല. കാരണം ആഗ്രഹമുണ്ട്, പക്ഷേ അത് മോട്ടിവേഷനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആകണമെങ്കിൽ ഈ മോട്ടിവേഷൻ വളരെ ആവശ്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എംപതിയാണ്. എംപതി എന്ന് വെച്ചാൽ മറ്റുള്ളവനെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കുറവുകളെ കൺട്രോൾ ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ മോട്ടിവേഷൻ ചെയ്യാൻ ശ്രമിച്ചു. ഇനി നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടാകുന്നത്. നാം മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്ക് അയാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഓഫീസിൽ ഒരാൾ പെർഫോമൻസ് കുറവാണ്, ഒരാൾ വൈകി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഭർത്താവായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്? നമുക്ക് വേണമെങ്കിൽ അവരെ മനസ്സിലാക്കാതെ നമുക്ക് പ്രവർത്തിക്കാം. അവരെ വഴക്ക് പറയാം, കുറ്റം പറയാം, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം, നിങ്ങളെപ്പോഴും വൈകി വരികയാണെന്ന് പറയാം. പക്ഷേ അവിടെയാണ് ഈ പറയുന്ന മിഷ്യൻസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ പറ്റുമോ ചിന്തിക്കേണ്ടത്. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ കൗൺസിലിംഗ് ചെയ്യുന്ന ഷിജോയ്ക്കറിയാം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് കാര്യം എന്ന് പറയുന്നത് എംപതിയാണ്, മനസ്സിലാക്കലാണ്. ആ ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പല 99% പ്രശ്നങ്ങളും തീരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നതും അത് തന്നെയാണല്ലോ അല്ലേ. എന്നെ മനസ്സിലാക്കുക, എന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മറ്റുള്ള ആളെ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എംപതി എന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവരെ എത്രമാത്രം മനസ്സിലാക്കാൻ സാധിക്കും. ഞാനൊരു അധ്യാപകനായിട്ട് കൂടി ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് പല സമയങ്ങളിലും ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ച രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന് എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഇടപെട്ടപ്പോഴും,
രണ്ട് സ്റ്റുഡൻസുമായി ഇടപെട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഇമോഷൻ ഇൻ്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പല സമയങ്ങളും ഞാൻ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അത് വാക്കുകൊണ്ടാണെങ്കിലും പേപ്പർ കൊണ്ടാണെങ്കിലും എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഞാൻ കൃത്യമായി വിലയിരുത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ഫീഡ്ബാക്ക് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോട് പറയുന്ന എല്ലാ ഫീഡ്ബാക്കുകളും, സ്റ്റുഡൻസ് നൽകുന്ന എല്ലാ ഫീഡ്ബാക്കുകളും ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഒരു കോമണായ ത്രെഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരാളാണെന്ന് ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ഓക്കെ, അവർക്ക് എന്താണ് വേണ്ടത്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരോടുമ്പോൾ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മൾ കൂടെ ദേഷ്യപ്പെടുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയുകയായിരിക്കാം, അവരെന്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ഡിഫിക്കൽട്ടായിട്ട് ട്രക്കിങ്ങിന് പോകുന്ന ആളാണ്. ട്രക്കിങ്ങിന് പോകുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, എപ്പോഴും വിളിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, എന്നെ ശല്യപ്പെടുത്തണം, എന്നെ പോകാൻ അനുവദിക്കുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു കൺസേൺ ഉണ്ട്, നിങ്ങൾ പോയെങ്കിൽ നിങ്ങൾക്ക് അപകടം പറ്റുമോ, നിങ്ങൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിള്ളേരുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യണം, നമുക്ക് റിസ്ക് എടുക്കണം. പക്ഷേ അവർ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അമ്മ എപ്പോഴും ഫോൺ വിളിക്കും, ഞാൻ എന്തിനാണ് വിളിക്കേണ്ടത്, ഞാൻ എവിടെയില്ല. പക്ഷേ അവർക്കിപ്പോൾ കൺസേൺ ആണ്, കാരണം മോൻ എവിടെയാണ്, എന്താണ്. അപ്പോൾ നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ എംപതി, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഓഫീസിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയുന്നത് ആളുകൾ റിസൈൻ ചെയ്ത് പോകുന്നതിൻ്റെ കാരണം ഓഫീസോ കമ്പനിയോ അല്ല, ദേ ആർ ലീവിങ് എ ബോസ്. ഒരാൾ റിസൈൻ ചെയ്ത് പോകുന്ന 90% കാരണം എന്ന് പറയുന്നത് ബോസിന് ഇഷ്ടമല്ല. പിന്നെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ് ഈ പറയുന്ന മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, എസ്പെഷ്യലി ഫാമിലി റിലേഷൻഷിപ്പ്. കാരണം മനുഷ്യന് ഹാപ്പിനെസ് നൽകുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് പർപ്പസ് കഴിഞ്ഞാൽ ബന്ധങ്ങൾ, സ്നേഹമുള്ള ബന്ധങ്ങൾ. അത് പഠനത്തിൽ കണ്ടെത്തില്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഏറ്റവും നല്ല ബന്ധങ്ങളുള്ള ആളുകളാണെന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ബന്ധങ്ങൾ, ഏറ്റവും കൂടുതലല്ല, ഏറ്റവും ക്വാളിറ്റി റിലേഷൻഷിപ്സ് ഉള്ള ആളുകളാണ് ഏറ്റവും നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡൻ പറയുന്നത് 1 സെൽഫ് അവെയർനെസ്, 2 സെൽഫ് റെഗുലേഷൻ, 3 മോട്ടിവേഷൻ, 4 എംപതി, 4 എംപതി, 5 സോഷ്യൽ സ്കിൽസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന സെൽഫ് റെഗുലേഷനും എംപതിയും മോട്ടിവേഷൻ എല്ലാം വേണമെങ്കിൽ സോഷ്യൽ സ്കിൽസ് വേണം. ഇപ്പോൾ എനിക്ക് കുറേ ആളുകൾ സംസാരിക്കണമെങ്കിൽ, ഇടപഴകണമെങ്കിൽ ഒരു സോഷ്യൽ സ്കിൽസ് വേണം. ഇടപഴകാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ഹ്യൂമർ പറയാനുള്ള കഴിവ്. അപ്പോൾ ഇതും കൂടി നമ്മൾ അക്വയർ ചെയ്യേണ്ടതാണ്. ഈ 5 സ്കില്ലുകൂടി കൂടുന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആളുകളുടെ സൈൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ 5 കാര്യം എനിക്കുണ്ടോ, ഈ 5 കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ഈ മെൻറ്റൽ പവറിനെ കുറിച്ച്, ഇമോഷൻ ഇൻ്റലിജൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഫിലോസഫിയാണ് സ്റ്റോയിക് പ്രിൻസിപ്പിൾ. ഈ സ്റ്റോയിക് പ്രിൻസിപ്പിൾ ഇപ്പോൾ സെനക്ക അതല്ലെങ്കിൽ മാർക്കസ് ഒറീലിയസ് അവരെല്ലാമാണ് ഈ മെൻറ്റൽ പവറിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം മെൻറ്റൽ പവറാണ്. കാരണം മെൻറ്റൽ പവർ ഇല്ലെങ്കിൽ ഒരു പരാജയം വരുമ്പോൾ വീണു പോകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ അത് സോൾവ് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ മനസ്സിൻ്റെ ശക്തി, ഇമോഷൻ ഇൻ്റലിജൻസുമാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും. അതുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ സെനക്ക ഉൾപ്പെടെയുള്ള, ഒറീലിയസ് ഉൾപ്പെടെയുള്ള സ്റ്റോയിക് തിങ്കേഴ്സ് അവർ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് മനസ്സിൻ്റെ ശക്തി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിൾ എല്ലാം പറയുന്നതിനകത്ത് ഒന്നാമത്തൊരു ഫിലോസഫിയാണ് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ. അവർ ലൈഫ് ഇൻ ഇമാജിനേഷൻ ഈസ് വേഴ്സ് ദാൻ റിയാലിറ്റി. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ മോശമായിട്ടായിരിക്കും, റിയാലിറ്റി സംഭവിക്കാനുള്ള സാധ്യതയില്ല. നമ്മുടെ മനസ്സെപ്പോഴും വേഴ്സ്റ്റായിട്ടുള്ള ചിന്തിക്കുന്ന, അല്ലെങ്കിൽ മനസ്സെപ്പോഴും സംഘർഷഭരിതമായിരിക്കും. അതൊരു റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കണം. അതാണ് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ പലതും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവനോട് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിക്കുക, ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഫ്യൂച്ചറിനെ കുറിച്ചാണോ, പാസ്റ്റിനെ കുറിച്ചാണോ, പ്രസൻറ്റിനെ കുറിച്ചാണോ. അപ്പോൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിൾ എല്ലാം പറയുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയാനും മെഡിറ്റേഷനെ കുറിച്ച് പറയാം. കാരണം ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇമാജിനേഷൻ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ലൈഫ് ഇൻ ഇമാജിനേഷൻ ഈസ് വേഴ്സ് ദാൻ റിയാലിറ്റി. യഥാർത്ഥത്തിൽ അത് സംഭവിക്കാനുള്ള യാതൊരു സാധ്യമില്ല. രണ്ടാമത്തൊരു അമോർ ഫാറ്റി, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഫെയ്റ്റിൽ വിശ്വസിക്കുക. എന്ന് വെച്ചാൽ എല്ലാ ഫെയ്റ്റിലും സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും നമ്മളെന്തോ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരിക്കലും നമ്മെ പീഡിപ്പിക്കാനോ
അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാനോ വേണ്ടിയല്ല. എന്ത് സംഭവിച്ചാലും ഇതിനൊരു പർപ്പസ് ഉണ്ട്, എന്തോ കാരണമുണ്ട്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എന്നെ ജീവിതത്തിൽ സന്തോഷം അനുഭവങ്ങളെക്കാൾ കൂടുതൽ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും ബ്രേക്കപ്സും സാമ്പത്തികവും എല്ലാമായിട്ടുള്ള അവസ്ഥകളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മോളോട് ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ സ്കൂളിലൊക്കെ പല മത്സരങ്ങൾ നടക്കും. അപ്പോൾ ഞാൻ പറയും, സമ്മാനം കിട്ടിയ സമയത്തേക്കാൾ കൂടുതൽ ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നീ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടു, നിന്നെ കോമ്പറ്റീഷനിൽ ചെറുതായി പങ്കെടുത്തോ, അപ്പോൾ ഞാനൊരു സ്റ്റാർ കൊടുക്കും. ഇനി തോറ്റുപോയെങ്കിൽ 2 സ്റ്റാർ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും അവരെ പ്രിപ്പയർ ആക്കുന്നത് എങ്ങനെ കൂടുതൽ തോൽക്കാൻ തയ്യാറാകാം. കൂടുതൽ തോൽക്കാൻ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനും, 100 പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ 10 വിജയിക്കുന്നത്. അപ്പോൾ അത് എഡിസണും പറഞ്ഞ അതാണ്, 1000 പരീക്ഷണം പരാജയപ്പെട്ടു, 1014ാമത്തെ പരീക്ഷണമാണ് വിജയിക്കുന്നത്. അപ്പോൾ എഡിസന് 1000 പരീക്ഷണം ചെയ്തില്ലെങ്കിലോ ഇത്രയും വലിയ കണ്ടുപിടുത്തം നടത്താൻ പറ്റുമോ? അതുതന്നെയാണ് അതിനകത്തൊരു വളരെ ഫൗണ്ടിങ് ആയി ഫീൽ. ആ തോട്ട് പ്രോസസ്സാണ് മനുഷ്യൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആക്കാനായിട്ട്. മറ്റൊരു കാര്യമാണ് മെമൻറ്റോ മോറി എന്ന് പറയുന്ന ചിന്തയുണ്ട്. മെമൻറ്റോ മോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഡൈ, ഒരിക്കലും നിങ്ങൾ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കുണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ നാളെ മരിക്കുക എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, യു ലീവ് ആസ് ഡൈ ടുമോറോ, ലേൺ ആസ് ലീവ് ഫോർ എവർ. നാളെ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൽ സ്ഥിരമായി ജീവിക്കാൻ പോകുന്നില്ലാത്തവരാണ് എന്നുള്ള ആ വലിയൊരു ചിന്ത, അത് നമ്മളെ വളരെയധികം ഭരിക്കേണ്ട ആവശ്യം. പ്രീ മെഡിറ്റേറ്റോ മലോറോ എന്ന് പറഞ്ഞൊരു സ്റ്റോയിക് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിനകത്ത് പറയുന്നത്, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ വേഴ്സ്റ്റ് കേസ്. ഇപ്പം നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വിഷമിച്ചിരിക്കുകയാണ്, ഏറ്റവും മോശമായി സംഭവിക്കുന്നത് എന്താണ്, അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക. അതിനെ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയാറുണ്ട്. ഈ കാര്യം ഏറ്റവും മോശമായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആണോ? ഈ ഒരു ചിന്താഗതി നമ്മെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പല ക്ലയൻറ്റിനും നമ്മളത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പേടിക്കുന്ന ആൾക്കാർ, ഭയം ഉള്ള ആൾക്കാരോട് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിഷ്വലൈസ് ചെയ്ത് നോക്കുക, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും മോശമാകുന്നത് എന്തായിരിക്കും, നിങ്ങളതിന് പ്രിപ്പയർഡ് ആണോ? അങ്ങനെ പ്രിപ്പയർഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെൻ്റലി സ്ട്രോങ് ആകാൻ സാധിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയാണ് അനീക്ക അല്ലെങ്കിൽ ഇംപെർമിയൻസ്. അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഫിലോസഫികൾ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത്, അതാണ് അനീക്ക അല്ലെങ്കിൽ ഇംപെർമിയൻസ്. ഒന്നും സ്ഥിരമല്ല, നമുക്കിപ്പോൾ ഉള്ളതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. യു വിൽ ഡൈ ടുമോറോ അല്ലെങ്കിൽ യു വിൽ ഡൈ എന്ന് പറയുന്നത് തന്നെ നമുക്കുള്ള ആരോഗ്യം, നമുക്കുള്ള സൗന്ദര്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പ്രശസ്തി, നമ്മുടെ ജോലി, നമ്മുടെ ബന്ധങ്ങൾ, ഇതൊന്നും സ്ഥിരമല്ല എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ അതുകൊണ്ടാണ് ബൂദ്ധയൊക്കെ പറഞ്ഞത്, നിഷ്കാമകർമ്മ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊരു വലിയ റിയാലിറ്റിയാണ്. എനിക്കിപ്പോൾ ഉള്ളത് നാളെ എനിക്ക് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രണ്ടാമത്തെ കാര്യം, ദിസ് ടു ഷാൽ പാസ്. ഒരു ബുദ്ധിമുട്ട് വിഷമം വന്നയാൾ എന്ത് ചെയ്യണം? അയാൾ ഒരിക്കലും ചിന്തിക്കില്ല ഈ വിഷമം ജീവിതകാലം മൊത്തം നിലനിൽക്കുന്നതാണെന്ന്. ഇത് നാളെ എന്തായാലും എൻ്റെ ഈ വിഷമം മാറും. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇത് മാറും. ഇന്ന് സന്തോഷമായി നാളെ സങ്കടം വരും, ഇന്ന് സങ്കടമായി നാളെ സന്തോഷം വരും. ഇത് റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി മനോഹരമായ ചിന്തയാണ് ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല. ഈ പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലെറ്റിംഗ് ഗോ. ഇവിടെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമുക്ക് കളയാൻ സാധിക്കണം. നെഗറ്റീവ് ഇമോഷൻസോടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല, ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് പിന്നീട് പല ശാരീരിക മാനസിക അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പലപ്പോഴും ആളോട് പറയാറുണ്ടെങ്കിൽ, മെൻ്റലി സ്ട്രോങ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇമോഷണലി റിസൈലൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യാം. അമോർ ഫാറ്റി പോലെ, അനീക്ക പോലെയുള്ള ആ ചിന്തകൾ തന്നെ നമുക്ക് ലിബറേഷനിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നതെല്ലാം ഈ ചിന്തയാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം. വളരെ മനോഹരമായ പുസ്തകമുണ്ട്, അതിനകത്ത് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ് തുടങ്ങുന്നത് തന്നെ. ജീവിതം ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ജീവിതത്തിൻ്റെ പാർട്ടാണ്, ഇത് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം എൻ്റെ ആരോഗ്യം എന്നും നിലനിൽക്കില്ല എന്ന് എനിക്കറിയാം. ബന്ധം നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം, ഓക്കെ എനിക്ക് എൻ്റെ ബന്ധം എല്ലാ കാലവും നിലനിൽക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. ആ തിരിച്ചറിവാണ് മനുഷ്യനെ പ്രിപ്പയർ ചെയ്യാനും ഒപ്പം തന്നെ കുറേ കൂടി ശക്തി ആർജിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും, എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും, എത്ര പ്രശസ്തിയുള്ള ആളാണെങ്കിലും, എത്ര അറിവുള്ള ആളാണെങ്കിലും, മാനസികമായി നിങ്ങൾ എത്രമാത്രം ശക്തിയുള്ളവരാണ്, വൈകാരികമായി നിങ്ങൾ എത്രമാത്രം ബുദ്ധിയുള്ളവരാണ്. അതുണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ജീവിക്കുവാനും വളരുവാനും ഗ്രോ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അത് തീർച്ചയായും സാധ്യമാണ്, അതിന് സാധിക്കട്ടെ. പിന്നെ അടുത്ത ചോദ്യമാണ്, നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം?
കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഒപ്പം തന്നെ ഇമോഷൻസ് കുറേയൊക്കെ മൈൻഡിൻ്റെ പവർ കൂടിയാണ്. ഇവരുടെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നമുക്ക് വൈകാരികമായ ശക്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മനസ്സിന് ബലം കൂട്ടാൻ സാധിക്കുക എന്ന് പറയുന്ന കുറേ ചിന്തകളുണ്ട്. അപ്പോൾ ഞാൻ 2 തരത്തിൽ പറയാം. ഒന്ന് ശാസ്ത്രീയമായിട്ട് എന്തെല്ലാമാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുക എന്നുള്ളത്. ഒപ്പം തന്നെ നമുക്ക് കുറേ ഫിലോസഫിക്കലി ആയിട്ട് നമുക്കിതിന് എങ്ങനെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇമോഷൻസിന് നമുക്ക് കുറച്ചുകൂടി ഇമോഷണലായ ബുദ്ധി ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇമോഷണലി ഇൻ്റലിജൻസ് ആയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ബുദ്ധിപരമായി ചെയ്യേണ്ട ജോലികളെല്ലാം മെഷീൻസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ വികാരം കൊണ്ട് നമ്മുടെ വ്യക്തിത്വങ്ങളെ നിയന്ത്രിക്കുക, സമൂഹത്തെ നിയന്ത്രിക്കുക, ഓഫീസുകളിലാണെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്തുക. അതിന് ധാരാളം കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രാക്ടീസാണ് ഡിസിഷൻ ലൈറ്റനിങ് അപ്പ്. ഇപ്പോൾ നമ്മൾ ഇമോഷണലി കുറേയൊക്കെ തളർന്നു പോകാറുണ്ട്. കാരണം കുറേ ചിന്തിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേ തളർന്നു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കൊരു വൊമിറ്റിംഗ് വരുവാണ്, കുറേ നേരം വൊമിറ്റ് ചെയ്ത് എന്ത് പറ്റും, ശരീരം ക്ഷീണിക്കും. അല്ലെങ്കിൽ ഡയറി വരികയാണ്, കുറേ നേരം വയറിളകി കഴിഞ്ഞാൽ ആൾ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ കിടപ്പായി പോകും. ഇതുപോലെ തന്നെയാണ് ചിന്ത എന്ന് പറയുന്നത്. കുറേ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തളരും, നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സ് തളരും. ഇനി നെഗറ്റീവായ ഇമോഷൻസ് അല്ലെങ്കിൽ ദുഃഖം പോലെ, ഇപ്പോൾ ആൾക്കാർക്ക് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ അത്തരം സാഡ്നെസ് അല്ലെങ്കിൽ പക ഇതെല്ലാം കുറേ ചിന്തിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ബാധിക്കും, ശരീരത്തെയും ബാധിക്കും. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഡിസിഷൻ ലൈറ്റനിങ് അപ്പ് എന്ന് പറയുന്ന ഒരു ചിന്തയിൽ പറയുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം ഡിസിഷൻസ് കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ആയിരക്കണക്കിന് തീരുമാനങ്ങൾ നമ്മൾ ദിവസം എടുക്കേണ്ടാവും. അപ്പോൾ ഈ ചിന്തയിൽ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക. കുഞ്ഞുങ്ങൾ ഡിസിഷൻ എടുക്കാൻ സമയം കളയാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറയുന്നത് നമ്മൾ 80-20 പ്രിൻസിപ്പിൾ എന്നെല്ലാം പറയുകയാണെങ്കിൽ പാറ്റർ പ്രിൻസിപ്പിൾ എന്നെല്ലാം പറയാറുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാറ് നിറച്ചായിരിക്കും, വിൽ പവർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. അപ്പോൾ അതിന് ഡിസിഷൻ ലൈറ്റിങ് ഏറ്റവും കുറച്ച് തീരുമാനം ഒരു ദിവസം എടുക്കാൻ പറ്റുമോ അത്രയും വിൽ പവർ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കുറേ കൂടി ഇൻ്റലിജൻ്റ് ആക്കാൻ സാധിക്കും. ഇനി മറ്റൊന്നാണ് ഇമോഷണൽ ഡംപിങ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇമോഷൻ കുറേ ഉണ്ടെന്ന് വിചാരിക്കുക, വിഷമങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറേയധികം വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ എവിടെയാണ് ഡംപ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും അത് പറയുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തോ നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ എഴുതാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മുറിയിൽ കയറി ഇരുന്നിട്ട് കണ്ണാടിയെ നോക്കിയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ പറയാറുണ്ടോ, ഡംപ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾ നെഗറ്റീവ് വികാരങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കും. അവിടെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സായിട്ട് മാറുന്നത്. എസ്പെഷ്യലി 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഹൃദയരോഗമായിട്ടും ക്യാൻസറായിട്ടും ശ്വാസകോശ രോഗങ്ങളായിട്ടും ശാരീരിക ത്വക്ക് രോഗങ്ങളായിട്ടും വാദമായിട്ടും എല്ലാം അത് ടേൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതൊരു റെഗുലർ പ്രാക്ടീസ് ആക്കണം. ഇമോഷണൽ ഡംപിങ്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എവിടെയാണ് എഴുതിക്കൊണ്ടോ പറഞ്ഞുകൊണ്ടോ ഷെയർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതാണ് കൊഗ്നിറ്റീവ് സ്ട്രെച്ചിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ സുഡോക്ക് കളിക്കാൻ പറയുകയാണ്, ചെസ്സ് കളിക്കാൻ പറയുകയാണ്, ഒരു പസിൽ സോൾവ് ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുകയാണ്. പക്ഷെ കുറേ ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ സുഡോക്ക് എല്ലാ ദിവസവും കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ള കാര്യമാണ്, ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ ദിവസവും ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചൊന്ന് സ്ട്രെച്ച് ഒരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മാത്ത് പസിൽ ചെയ്യാൻ പറ്റുമോ, ഒരു സുഡോക്കോ ഗെയിം കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ? അതിനെ കൊഗ്നിറ്റീവ് സ്ട്രെച്ചിങ് എന്ന് പറയും. കുറേ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ അത് ഇൻ്റലിജൻസിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഇമോഷണൽ ഡംപിങ് പോലെ തന്നെ കൊഗ്നിറ്റീവ് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അടുത്താണ് മെൻ്റൽ ഫാസ്റ്റിംഗ്. മെൻ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പല രീതിയിൽ ചെയ്യാറുണ്ട്. ചിലർ ഡ്രിങ്ക്സ് ആയിരിക്കാം, ചിലർ സിഗരറ്റ് വലിക്കുന്നതായിരിക്കാം, ചിലർ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്റ്റിമുലേഷൻസിന് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും. എനിക്ക് സ്വന്തമായി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതൊരു ഇമോഷണൽ കൺട്രോളാണ്. പിന്നെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ നോഫാപ്പ് എന്ന് പറയുന്ന മൂവ്മെൻ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. കാരണം കുറേ നാളത്തേക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർ പോൺ കാണാതിരിക്കുക. അപ്പോൾ അവർ സെൻസിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഫാസ്റ്റിംഗ്, എനിക്ക് സെക്സ് വേണ്ട, അല്ലെങ്കിൽ പോൺ വേണ്ട, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നില്ല. ഇതൊരു നല്ല പ്രാക്ടീസാണ്. അത് ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ സ്പേം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെയും
ഈ ഒരു പ്രാക്ടീസ് ശക്തമായിട്ടുള്ളൊരു മെൻറ്റൽ ഫിറ്റ്നസ്, ഒരു ഇമോഷണൽ റിസൈലൻസ് മനുഷ്യർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാമാണ് നിങ്ങൾക്ക് സെൻസ് ഡോപ്പമിൻ തരുന്നത്? നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ, ചിലപ്പോൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഡീടോക്സിഫിക്കേഷൻ, അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ കാണുന്ന ആളാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കാതിരിക്കാൻ പറ്റില്ല, വാട്സപ്പ് നോക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാതിരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് മെൻ്റലി ഫാസ്റ്റ് ചെയ്യാം. ഞാൻ ഇന്നത്തെ ദിവസം മൊബൈൽ നോക്കുന്നില്ല, വാട്സപ്പ് നോക്കും. ഇമോഷണൽ ഇൻ്റലിജൻസ് നൽകുന്ന കാര്യമാണ്. മറ്റൊരു കാര്യമാണ് റെസിസ്റ്റൻസ് റീക്യാപ്സ്. റെസിസ്റ്റൻസ് റീക്യാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ പുഷപ്പ് എടുക്കുക, അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോവുക, ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മടിയുള്ള കാര്യമായിരിക്കും. നിങ്ങളതിനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യത്തെ കുറച്ചുകൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ കോൺ ഹാർട്ട്മി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഡേവിഡ് ഗോജിൻസ്. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. ഡേവിഡ് ഗോജിൻസ് മാത്രമല്ല, ഓപ്ര വിൻഫ്രിയും എല്ലാം പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് 10 പുഷപ്പ് എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 12 15 എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഉള്ള കാര്യത്തെ രാവിലെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാൾ രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു നോക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അമിതം ആർത്തിയുള്ള ആൾ കഴിക്കുന്നത് കുറച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ടെംപ്റ്റേഷൻസിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി റെസിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ശക്തമായി ചെയ്യാൻ സാധിക്കുമോ നോക്കുക. നിശബ്ദത, ഈ മെഡിറ്റേഷനൊക്കെ ഇത് തന്നെയാണ്. ദിവസവും നമുക്കൊരു 5 to 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സൈലൻസ് വിൻഡോ എന്ന് പറയും. അപ്പോൾ നിശബ്ദത വളരെയധികം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമതാണ് ബ്രത്ത് റീസെറ്റ്. അപ്പോൾ അതിപ്പോൾ ബ്രച്ചൻ റച്ചാടൊക്കെ എഴുതിയ പുസ്തകമുണ്ട്, ദ പവർ ഓഫ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഹൈ പവർ ഹാബിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് പറയുന്നുണ്ട്. ബ്രത്ത് റീസെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസിഷൻസ് ഉണ്ടാവും. ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? ടെൻഷൻ റിലീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ദീർഘനിശ്വാസമൊക്കെ വിടില്ലേ? ഇപ്പോൾ ദീർഘനിശ്വാസം വിടുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത്, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെൻഷൻ റിലീസ് ചെയ്യുക. ദെൻ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അടുത്ത ടാസ്ക് ചെയ്യാൻ പോവുകയാണ്, ആ ടാസ്കിന് ഇൻറ്റൻഷൻ ഇതാണ്. ഇപ്പോൾ ഈ പോമോഡോറോ ടെക്നിക്കെല്ലാം അത് തന്നെ പറയുന്നത്. 15 മിനിറ്റ് ജോലി ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 15 മിനിറ്റ് ജോലി ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 40 മിനിറ്റ് ജോലി ചെയ്യുക, 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഓരോ ടാസ്കിലും ഈ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ സ്വിച്ചിങ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബ്രെത്തിങ് എന്ന് പറയുന്ന പ്രാക്ടീസ് നമുക്ക് നമ്മളെ തന്നെ അവെയർ ചെയ്യാനും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും റെസിലൻസ് കൂട്ടാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഇൻപുട്ട് ഫാസ്റ്റിംഗ്, ഔട്ട്പുട്ട് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇൻപുട്ട് കുറയ്ക്കുക. കുറേ സംസാരിക്കുക, അല്ലെങ്കിൽ കുറേ എഴുതുക, കുറേ വീഡിയോസ് സെർച്ച് ചെയ്യുക, കുറേ ചാറ്റ് GPT നോക്കുക. അതെന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാം, ഔട്ട്പുട്ട് കുറേ കൂടി കൂട്ടാനായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് ഐഡൻറ്റിഫൈ യുവർ ഫീലിംഗ്. ഒരു നിമിഷം പോസ് ചെയ്ത ശേഷം ചിന്തിക്കുക, ഇപ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ്. ഈ പല പഠനങ്ങളിലും അല്ലെങ്കിൽ പല പ്രാക്ടീസിലും ഞാനും കണ്ടിട്ടുള്ളത് അത് വളരെയധികം ചേഞ്ചാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയില്ല, പിന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ബോഡി കീപ്സ് എ സ്കോർ. നമുക്ക് ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക, ഇപ്പോൾ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ സന്തോഷമാണ് അനുഭവിക്കുന്നത്, സങ്കടമാണ് അനുഭവിക്കുന്നത്, ഉന്മേഷമാണ് അനുഭവിക്കുന്നത്, തളർച്ചയാണ് അനുഭവിക്കുന്നത്. ആ നിമിഷം പോസ് ചെയ്ത ശേഷം നിങ്ങൾക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ സന്തോഷവാനാണ് അല്ലെങ്കിൽ സങ്കടമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പല മെഡിറ്റേഷൻ എക്സസൈസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാക്ടീസിന് പോകുമ്പോൾ ഈ മെഡിറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസാണ്. ഒരു സൈക്കിൾ തരും, സർക്കിൾ. അത് കുറേ ഇമോഷൻസ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയും, നിങ്ങൾ ഡിഫൈൻ ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ തോന്നുന്ന ഇമോഷൻ എന്താണ്. ഡിപ്രഷനാണോ, സങ്കടമാണോ, ഫീലിംഗ് ലോസ്റ്റ് ആണോ. അപ്പോൾ അത് നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എഴുതുന്ന ഇമോഷൻ ഇൻ്റലിജൻസിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.